ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. പ്രശസ്ത ബംഗാളി ചലച്ചിത്ര സംവിധായകൻ സത്യജിത് റായ് ലോകമെങ്ങും അറിയപ്പെടുന്ന സിനിമാ സംവിധായകനാണ്. പക്ഷേ അദ്ദേഹം ഒരു നല്ല കഥാകൃത്താണെന്ന കാര്യം പലർക്കും അറിയില്ല. ഡിറ്റക്റ്റീവ് കഥകളുടെ ആകാംക്ഷയും പിരിമുറുക്കവും നിറയുന്ന അസാധാരണമായ കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ബംഗാളി സാഹിത്യത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കഥയാണ്. കഥയുടെ പേര് ശൃഗാലദേവന്റെ രഹസ്യം. ആരാ ഫോൺ ചെയ്തത് ഫെലൂദ? ഞാൻ ചോദിച്ചത് വിഡ്ഢിത്തമായോ എന്നെനിക്ക് സംശയം തോന്നി. സാധാരണ ഫെലൂദ യോഗാഭ്യാസം ചെയ്യുമ്പോൾ വർത്തമാനം പറയാറില്ല. ഫെലൂദ 6 മാസമായി വ്യായാമം നിർത്തി യോഗാഭ്യാസം തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ അദ്ദേഹം അരമണിക്കൂർ നേരം വിവിധ ആസനങ്ങൾ ചെയ്യുന്നു. ശീർഷാസനവും നിഷ്കർഷയോടെ തന്നെ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം 1 മാസത്തിനുള്ളിൽ കുറേ കൂടി നന്നായി. യോഗാസനം കൊണ്ട് അദ്ദേഹത്തിന് വളരെ പ്രയോജനമുണ്ടായി എന്ന് സമ്മതിച്ചേ പറ്റൂ. 7.5 മിനിറ്റ് കൊണ്ട് യോഗാസനം അവസാനിപ്പിച്ചിട്ട് ഫെലൂദ എന്നോട് പറഞ്ഞു, നിനക്ക് അയാളെ തിരിച്ചറിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും നേരം കഴിഞ്ഞ് ഇങ്ങനൊരു മറുപടി കേട്ട് എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആളിനെ തിരിച്ചറിയുന്ന കാര്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്കത് സാധിക്കാറില്ല. പക്ഷേ ആളിൻ്റെ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്കറിയാമോ? ഫെലൂദ കുതിർത്ത കടല ചവച്ച് തിന്നുകൊണ്ട് പറഞ്ഞു, ആദ്യം എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ആളെ പരിചയമായി. ഏതാനും ദിവസം മുമ്പ് ഞങ്ങൾക്ക് പൂജാവധി കിട്ടി. അച്ഛൻ 3 ദിവസം മുമ്പ് ജോലി സംബന്ധമായി ജംഷേദ്പൂരിൽ പോയിരിക്കുകയാണ്. വീട്ടിലിപ്പോൾ ഫെലൂദായും ഞാനും അമ്മയും മാത്രം. ഇപ്പോൾ ഞങ്ങൾ പൂജാസമയത്ത് പുറത്തേക്കെങ്ങും പോകാറില്ല. അതിലെനിക്ക് വിശേഷിച്ചൊരു ദുഃഖവുമില്ല. കാരണം പൂജാസമയം എനിക്ക് കൽക്കത്ത തന്നെയാണ് ഇഷ്ടം, വിശേഷിച്ചും ഫെലൂദ എൻ്റെ കൂടെയുണ്ടെങ്കിൽ. ഇപ്പോൾ അമേച്ചർ ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ അദ്ദേഹം ഏറെ പ്രസിദ്ധനായി കഴിഞ്ഞു. തൽഫലമായി കൂടെ കൂടെ രഹസ്യാന്വേഷണത്തിനായി ആളുകൾ അദ്ദേഹത്തെ വിളിക്കും. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിനു മുമ്പ് ഓരോ അന്വേഷണത്തിന് പോകുമ്പോൾ ഞാൻ ഫെലൂദയോടൊപ്പം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന് പ്രശസ്തി വർദ്ധിച്ചതോടെ എനിക്ക് പേടിയായി. ഞാൻ നിന്നെ എൻ്റെ കൂടെ കൂട്ടുന്നില്ല എന്ന് ഒരിക്കൽ പറഞ്ഞാലോ എന്ന് ഒരു സംശയം. പക്ഷേ ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നെ അദ്ദേഹം എപ്പോഴും കൂടെ കൂട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണവുമുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, അദ്ദേഹത്തിനൊപ്പം പ്രായം കുറഞ്ഞൊരു പയ്യനെ കാണുമ്പോൾ പലരും അദ്ദേഹത്തെ ഒരു ഡിറ്റക്റ്റീവായി കാണില്ല എന്ന് വരാം. അത് വലിയൊരു സൗകര്യമാണ് താനും. ഡിറ്റക്റ്റീവ് സ്വയം എത്രത്തോളം മറച്ചു പിടിക്കുന്നോ അത്രയ്ക്ക് അദ്ദേഹത്തിന് അത് ലാഭകരമായിരിക്കും. ആരാണ് എന്നെ ഫോണിൽ വിളിച്ചതെന്നറിയാൻ നിനക്ക് അതിയായ താല്പര്യം തോന്നുന്നുണ്ടോ? ഇതാണ് ഫെലൂദായുടെ ഒരു രീതിയും സമ്പ്രദായവും. ഒരു കാര്യം അറിയാൻ ഞാൻ അതീവ തൽപരനാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം ആ കാര്യം ഉടൻ പറയാതെ ആദ്യമൊരു സസ്പെൻസ് കണ്ടെത്തും. ഇക്കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശേഷിച്ച് താല്പര്യം കാട്ടാതെ തന്നെ പറഞ്ഞു. ഫോണിൽ പറഞ്ഞത് ഏതെങ്കിലും രഹസ്യ സ്വഭാവമുള്ള കാര്യമാണെങ്കിൽ അതറിയാൻ എനിക്ക് അതീവ താല്പര്യമുണ്ടാവും. ബനിയനും തൻ്റെ പച്ച ചെക്ക് ഷർട്ടുമിട്ട് ഫെലൂദ പറഞ്ഞു, ആളിൻ്റെ പേര് നീലമണി സന്യാൽ, റോളൻ റോഡിൽ താമസം. ഏതോ അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. എന്താ അത്യാവശ്യമെന്ന് പറഞ്ഞില്ലേ? ഇല്ല, അക്കാര്യം ഫോണിൽ പറയാൻ കക്ഷിക്ക് മടി. ശബ്ദം കേട്ടിട്ട് ആൾ വളരെ പരിഭ്രാന്തനായിരിക്കുകയാണെന്ന് തോന്നുന്നു. എപ്പോഴാ പോകേണ്ടത്?
ടാക്സിയിൽ പോയാൽ ഏകദേശം 10 മിനിറ്റ് പിടിക്കും. 9 മണിക്ക് അപ്പോയിൻമെൻ്റ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 2 മിനിറ്റിനുള്ളിൽ നമുക്ക് പുറപ്പെടണം. ടാക്സിയിൽ നീലമണി സന്യാലിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ചെകുത്താന്മാർ പല വിധത്തിലുണ്ട്. ഈ നീലമണി സന്യാൽ കുരുക്കിലൊന്നും പെട്ടിട്ടില്ല. എങ്കിൽ അയാൾ അങ്ങേയൊരു കുരുക്കിൽ ചാടിക്കാൻ വിളിച്ചതായാലോ? ഫെലൂദ റോഡിലേക്ക് തന്നെ കണ്ണും നട്ടിയിരിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് കണ്ണെടുക്കാതെ തന്നെ പറഞ്ഞു, റിസ്ക് ഉണ്ടാവാം. പക്ഷേ ഇമ്മാതിരി ആളുകൾ നമ്മെ അവരുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് കുരുക്കിൽപ്പെടുത്തില്ല. അങ്ങനെ ചെയ്താൽ അത് അയാൾക്കും അപകടം വിളിച്ചു വരുത്തും. അങ്ങനെ ചെയ്യാൻ കുറഞ്ഞ റേറ്റിൽ വാടക ഗുണ്ടകളെ കിട്ടും. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടു. ഫെലൂദ കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ റൈഫിൾ കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം നേടി. വെറും 3 മാസത്തെ പരിശീലനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉന്നം കൃത്യമായി. എന്നെ അത് അതിശയപ്പെടുത്തി. ഫെലൂദയുടെ പക്കൽ റിവോൾവറും തോക്കും ഉള്ളതുകൊണ്ട് സാധാരണ ഡിറ്റക്റ്റീവുകളെ പോലെ അദ്ദേഹം എപ്പോഴും റിവോൾവർ കൊണ്ടുപോകാറില്ല. 2 ആയുധങ്ങളിൽ ഒന്നുപോലും അദ്ദേഹത്തിന് ആവശ്യം വരാറില്ല എന്ന് വെച്ച് ഒരിക്കലും ആവശ്യം വരികയേയില്ല എന്ന് പറയാൻ പറ്റില്ല. ടാക്സി മദാം സ്ക്വയറിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കക്ഷിക്ക് എന്താ ജോലിയെന്നറിയുമോ? ഫെലൂദയുടെ മറുപടി, അദ്ദേഹം മൂർഖും കേൾവിശക്തി കുറവാണ്. ഓ, അത് എന്ന് കൂടെ പറയും. ഇപ്പോൾ ജലദോഷമാണ് ആളിന്. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. പിന്നെ യാതൊന്നും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. നീലമണി സന്യാലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ടാക്സിക്കൂലി 1 രൂപ 70 പൈസയായി. 2 രൂപയുടെ ഒരു നോട്ടെടുത്ത് ഫെലൂദ ടാക്സിക്കാരന് കൊടുത്തു. ബാക്കി തരണ്ട എന്ന് ഡ്രൈവറോട് സൂചിപ്പിച്ചു. ഞങ്ങൾ ടാക്സിയിൽ നിന്നുമിറങ്ങി പോർട്ടിക്കോയുടെ താഴെ കൂടി നടന്ന് പ്രധാന കവാടത്തിനടുത്ത് ചെന്ന് കോളിംഗ് ബെല്ലമർത്തി. 2 നില കെട്ടിടം. വളരെ വലുതല്ല, പഴയതുമല്ല. മുൻഭാഗത്ത് ഒരു പൂന്തോട്ടമുണ്ട്. അവിടെ ആളുകളെ ആകർഷിക്കത്തക്ക വിധം ചെടികളോ മരങ്ങളോ ഒന്നും കാണാനില്ലായിരുന്നു. കാവൽക്കാരുടെ മട്ടിലുള്ള ഒരാൾ വന്ന് ഫെലൂദയുടെ വിസിറ്റിംഗ് കാർഡ് വാങ്ങി. ഞങ്ങളോട് സ്വീകരണ മുറിയിൽ ഇരിക്കാൻ പറഞ്ഞു. മുറിക്കുള്ളിൽ കടന്ന് ഞങ്ങൾ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചപ്പോൾ തന്നെ അതിശയം തോന്നി. സോഫയും ടേബിളും പൂക്കൂടയും ചിത്രങ്ങളും കണ്ണാടി അലമാരിയും ഒക്കെ കൂടി ഒരു പ്രത്യേക അന്തരീക്ഷം. വളരെ പണം മുടക്കി ബുദ്ധിപൂർവ്വം പണിയിച്ച വീട്. അലങ്കാര വസ്തുക്കൾ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു അവിടെ. ഫെലൂദ എഴുന്നേറ്റ് ചെന്ന് ഫാനിൻ്റെ റെഗുലേറ്റർ തിരിച്ചു. അപ്പോൾ ഒരു മാന്യൻ അങ്ങോട്ട് കടന്നു വന്നു. സ്ലീപ്പിംഗ് സൂട്ടിൽ, പൈജാമയുടെ ഒരു വശത്ത് ബട്ടൺ വെച്ച ഹാഫ് കുർത്ത, കാലിൽ മാൻതോല് കൊണ്ടുണ്ടാക്കിയ ചപ്പൽ, 2 കൈകളിലെയും വിരലുകളിൽ ധാരാളം മോതിരം, മധ്യ ഉയരം, താടിയും മീശയും പഠിച്ച് തലയിൽ മുടി കുറവ്, മൊത്തത്തിൽ വെള്ളനിറം. കണ്ണുകളിൽ ഉറക്കം ബാക്കി കണ്ടു. ഉറക്കമെഴുന്നേറ്റ് നേരെ വന്ന പ്രതീതി. പ്രായം 50-ൽ കൂടില്ല. താങ്കളുടെ പേര് പ്രദോഷ് മിത്ര എന്നല്ലേ? മാന്യൻ ചോദിച്ചു. നിങ്ങൾ ഇത്ര ചെറുപ്പമായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. ഫെലൂദ മൂളി കേട്ടുകൊണ്ട് എന്നെ നോക്കി. എന്നിട്ട് എന്നെ പരിചയപ്പെടുത്തി. ഇയാൾ എൻ്റെ അനന്തരവൻ. വളരെ ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ്. നാം തമ്മിൽ സംസാരിക്കുമ്പോൾ ഇയാൾ പുറത്തു നിൽക്കട്ടെ. എന്താ? എൻ്റെ ഹൃദയം മിടിച്ചു. പക്ഷേ ആ മാന്യൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് വിരോധമില്ല. എന്നിട്ട് ഫെലൂദയുടെ നേരെ നോക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആഹാരം എന്തെങ്കിലും കഴിക്കുന്നോ? ചായയോ കാപ്പിയോ? വേണ്ട, ഇപ്പോൾ ചായ കഴിച്ചിട്ട് വരികയാണ്. ശരി, എങ്കിൽ സമയം കളയാതെ എന്തിനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതെന്ന് പറയാം. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഒരു പ്രത്യേക അഭിരുചിയുള്ള ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അല്പസ്വല്പം സമ്പത്തുള്ള ആളാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. ഞാൻ യാതൊരു ജോലിയും ചെയ്യുന്നില്ല. എനിക്കൊരു വ്യവസായവും നടത്താനില്ല. പിതൃസമ്പത്തിൽ നിന്ന് 1 പൈസ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. നീലമണി ബാബു ഏതോ രഹസ്യം പറയുന്ന മട്ടിൽ പറഞ്ഞു. അതുകൊണ്ടാവും കുറേ നേരം മൗനമായിരുന്നു അദ്ദേഹം. എങ്കിൽ പിന്നെ
ലോട്ടറി അടിച്ചതാവും അങ്ങേക്ക്. ഉവ്. ലോട്ടറിയിൽ നിന്നോ മറ്റോ പണം കിട്ടിയോ അങ്ങേക്ക്? എക്സാക്ട്ലി, അദ്ദേഹം കൊച്ചു കുട്ടികളെ പോലെ വിളിച്ചു പറഞ്ഞു. 11 വർഷം മുമ്പ് റേംജേസ് ലോട്ടറി അടിച്ചപ്പോൾ ഒന്നിച്ച് 2.5 ലക്ഷം രൂപ കിട്ടി. അന്ന് തൊട്ട് ആ പണം ഉപയോഗിച്ച്, ഭാഗ്യം കൂടിയുണ്ട് എന്ന് കൂട്ടിക്കൊള്ളുക, ഞാൻ സുഖമായി ജീവിച്ചു വരികയാണ്. 5-8 വർഷം മുമ്പ് ഞാനൊരു വീട് പണിയിച്ചു. അങ്ങേക്ക് തോന്നാം ഇങ്ങനെ പണം കിട്ടി ഇയാൾ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് എന്ന്. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഒരേ ഒരു കാര്യം. അത് എന്താണെന്ന് ചോദിച്ചാൽ, ലേലത്തിൽ സർവ്വ സാധനങ്ങൾ വാങ്ങി വീട് അലങ്കരിക്കുക. അദ്ദേഹം തൻ്റെ വലതു കൈ ഉയർത്തി 4 ഭാഗത്തും അലങ്കരിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ കാട്ടിത്തന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നടന്ന സംഭവവുമായി എൻ്റെ കലാവസ്തുക്കൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാനറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ സംശയം തോന്നിയിട്ടുണ്ട്. ബന്ധമുണ്ടായിരിക്കും. ഈയൊരു... നീലമണി ബാബു തൻ്റെ കുർത്തയുടെ പോക്കറ്റിൽ കൈയിട്ട് ഏതാനും കടലാസ് കഷ്ണങ്ങൾ പുറത്തെടുത്ത് ഫെലൂദയെ ഏൽപ്പിച്ചു. ഫെലൂദയും ഞാനും ആ കടലാസ് കഷ്ണങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ആ 3 കടലാസ് കഷ്ണങ്ങളിൽ ഓരോന്നിലും കൈയെഴുത്തിന് പകരം വരകൾ കൊണ്ട് കൊച്ചു ചിത്രങ്ങൾ വരച്ചെടുത്തിരിക്കുന്നു. ചില കാര്യങ്ങൾ അത് കണ്ടാൽ തന്നെ ഊഹിക്കാൻ കഴിയും. മൂങ്ങ, കണ്ണ്, പാമ്പ്, സൂര്യൻ എന്നിവയെനിക്ക് അത് കണ്ടപ്പോൾ തന്നെ മുമ്പെവിടെയോ കണ്ടതാണല്ലോ എന്ന് തോന്നി. പെട്ടെന്ന് ഫെലൂദ പറഞ്ഞു, ഇതൊക്കെ ഹീറോഗ്ലിഫിക്കായി തോന്നുന്നുവല്ലോ. മാന്യൻ ഒന്ന് വിഷമിച്ചു. അദ്ദേഹം ചോദിച്ചു, അതെന്താ? ഫെലൂദ പറഞ്ഞു, പഴയ കാലത്ത് ഈജിപ്തുകാർ കണ്ടെത്തിയ എഴുത്തുവിദ്യ തന്നെയാ ഇവിടെയും കാണുന്നത്. അങ്ങനെയോ? അതെ. പക്ഷേ ഈ കൈയെഴുത്ത് വായിക്കുന്നവർ കൽക്കത്തയിലുണ്ടോ ഇല്ലയോ എന്ന് പറയുക വിഷമകരമാണ്. ഗൃഹനാഥന്റെ മുഖം അല്പം വാടിയ പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു, പിന്നെ പോസ്റ്റ് വഴിയും 2 ദിവസം തോറും കൂടുമ്പോൾ എനിക്ക് കിട്ടുന്ന കത്തുകളുടെ അർത്ഥം പിടികിട്ടിയില്ലെങ്കിൽ സംഗതി വല്ലാതെ കുഴയും. ഉദാഹരണത്തിന്, ഇതൊക്കെ സാങ്കേതികമായി പറഞ്ഞാൽ ഭീഷണിയാണെങ്കിൽ, ഒരാൾ എന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ പേടിച്ചു പോകില്ലേ? അല്പനേരം മൗനമായിരുന്നിട്ട് ഫെലൂദ പറഞ്ഞു, താങ്കളുടെ വീട്ടിൽ അലങ്കാര വസ്തുക്കൾ വെച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഈജിപ്ഷ്യൻ വസ്തുക്കൾ ഉണ്ടാകുമോ? നീലമണി ബാബു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, എൻ്റെ കൈവശമുള്ള ഏത് സാധനം എവിടത്തെയാണെന്ന് എനിക്ക് ശരിയായി അറിയാൻ പാടില്ല. ഞാൻ വേടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ പണമുള്ളതുകൊണ്ടാണ്. മറ്റുള്ളവർ സാധനങ്ങൾ വാങ്ങുന്നത് കാണുമ്പോൾ എനിക്കും വാങ്ങിക്കണമെന്ന് തോന്നും. പക്ഷേ അങ്ങയുടെ കയ്യിലുള്ള ഇത്രയും സാധനങ്ങൾക്കിടയിൽ ഒന്നിനും കൊള്ളാത്ത ഏതെങ്കിലും സാധനമുണ്ടാകുമോ? ഇതൊക്കെ കാണുന്ന ആരും അങ്ങയെ വിദഗ്ധനെന്ന് പറയില്ലേ? അദ്ദേഹം പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് പറയാം. ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് വാങ്ങാൻ മോഹം തോന്നും. അങ്ങനെയുള്ള സാധനം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വാങ്ങിച്ചിരിക്കും. വളരെ ഗമയുള്ള പലരെയും പരാജയപ്പെടുത്തി ഞാൻ ലേലം വിളിയിൽ അവ കരസ്ഥമാക്കും. അതുകൊണ്ട് എൻ്റെ പക്കൽ വളരെ വില കൂടിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ട. അങ്ങയുടെ പക്കൽ ഏതെങ്കിലും ഈജിപ്ഷ്യൻ വസ്തു ഉണ്ടോ എന്നറിയാമോ? നീലമണി ബാബു സോഫയിൽ നിന്നും എഴുന്നേറ്റ് ഒരു കണ്ണാടി അലമാരിയുടെ അടുത്തേക്ക് പോയി. അതിൻ്റെ മുകളിലത്തെ തട്ടിൽ നിന്ന് ചെറിയൊരു വിഗ്രഹമെടുത്ത് ഫെലൂദയ്ക്ക് നൽകി. പച്ചക്കല്ലിൽ തീർത്ത വിഗ്രഹം. അതിൽ വിവിധ വർണ്ണങ്ങളിലുള്ള തിളങ്ങുന്ന കല്ലുകൾ ഒട്ടിച്ചു വെച്ചിരുന്നു. 3-4 സ്വർണവും പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, വിഗ്രഹത്തിൻ്റെ ശരീരം മനുഷ്യൻ്റെ രൂപത്തിലാണെങ്കിലും അതിൻ്റെ മുഖം കുറുക്കൻ്റേതായിരുന്നു. ഇത് ഞാൻ 8-10 ദിവസം മുമ്പ് എറൂഡാൻ ബ്രദേഴ്സുകാരുടെ ലേലത്തിൽ വാങ്ങിയതാണ്. ഇതൊരു പക്ഷേ... ഫെലൂദ ആ വിഗ്രഹം ഒന്നോടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എനൂബിസ്. എനൂബിസോ? ഈ എനൂബിസ് എന്ന് വെച്ചാൽ എന്താ സംഭവം? ഫെലൂദ വിഗ്രഹം
കരുതലോടെ തിരിച്ചും മറിച്ചും പിടിച്ചു നോക്കി. എന്നിട്ടത് നീലമണി ബാബുവിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, പ്രാചീന ഈജിപ്തിലെ ഗോഡ് ഓഫ് ദി ഡെഡ് ആയിരുന്നു, അതായത് മരിച്ച ആത്മാക്കളുടെ ദേവൻ. താങ്കൾക്ക് ഈ സാധനം വളരെ വിലയേറിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഭയം നിഴലിച്ചിരുന്നു. ഈ വിഗ്രഹവുമായി ഈ കത്തുകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനിത് വാങ്ങിയത് തെറ്റായി പോയോ? ഇത് തട്ടിയെടുക്കാൻ ആരും എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഫെലൂദ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അത് പറയുക വിഷമമാണ്. കത്തുകൾ കിട്ടിത്തുടങ്ങിയിട്ട് എത്ര നാളായി? കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽക്ക്. അതായത് താങ്കൾ വിഗ്രഹം വാങ്ങിയതിനു ശേഷം? അതെ. കത്തിൻ്റെ കവർ അങ്ങയുടെ പക്കലുണ്ടോ? ഇല്ല, അത് കളഞ്ഞു. അത് സൂക്ഷിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ കത്ത് വന്ന കവർ വെറും സാധാരണ കവറിലായിരുന്നു. സാധാരണ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചാണ് മേൽവിലാസം എഴുതിയത്. എൽഗിൽ റോഡ്. പോസ്റ്റ് ഓഫീസിൻ്റെ മുദ്രയുമുണ്ടായിരുന്നു. ശരി. ഫെലൂദ എഴുന്നേറ്റ് നിൽപ്പായി. ഉടൻ എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് തോന്നുന്നില്ല. വിഗ്രഹം അലമാരിയിൽ വെക്കാതെ കയ്യിൽ തന്നെ വെക്കുകയാവും സേഫ്. ഈയിടെ ഒരാളുടെ വീട്ടിൽ നിന്ന് ഇമ്മാതിരി സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. ഹോ, അങ്ങനെയാണോ? അതെ, ഒരു സിന്ധിക്കാരൻ്റെ വീട്ടിൽ നിന്ന്. ഇതുവരെ കള്ളനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞങ്ങൾ മുറിയിൽ നിന്നിറങ്ങി പുറത്തെ ലാൻഡിങ്ങിലെത്തി. ഫെലൂദ ചോദിച്ചു, താങ്കളോട് വേലയാകാമെന്ന് കരുതുന്ന ആരെങ്കിലും ഓർമ്മ വരുന്നോ? അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ആരുമില്ല. പഴയ സുഹൃത്തുക്കളുമായുള്ള ബന്ധം എപ്പോഴേ തകർന്നു. ശത്രുക്കളോ? അദ്ദേഹം കുറേ നേരം മൗനമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പണക്കാർക്കെപ്പോഴും ശത്രുക്കളുണ്ടാകും. പക്ഷേ ശത്രു എന്ന് പറഞ്ഞ് ആരെങ്കിലും സ്വയം പരിചയപ്പെടുത്തുമോ? പരസ്പരം കണ്ടുമുട്ടുമ്പോൾ എല്ലാവരും ആദരവോടെ പെരുമാറും. ഈ വിഗ്രഹം താങ്കൾ ലേലത്തിൽ വാങ്ങിയതാണെന്നല്ലേ പറഞ്ഞത്? അതെ, എറാഡൂൺ ബ്രദേഴ്സിൻ്റെ പൊതുലേലത്തിൽ നിന്നും. ആ വിഗ്രഹത്തിൽ മറ്റാർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ? അക്കാര്യം കേട്ട് പൊടുന്നനെ അദ്ദേഹം ലേശം ഭയപ്പെട്ടുപോയി. കൈ തട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കാര്യം പറഞ്ഞ് താങ്കൾ എൻ്റെ ചിന്തയ്ക്ക് ഒരു പുതിയ മാനം നൽകിയിരിക്കുകയാണ്. ലേലം നടക്കുമ്പോൾ ഒരാളുമായി ഞാൻ പലവട്ടം മത്സരിക്കുകയുണ്ടായി. അന്നും അങ്ങനെ തന്നെ സംഭവിച്ചു. അതാരായിരുന്നു? പ്രതുൽ ദത്ത്. എന്താ ജോലി അയാൾക്ക്? വക്കീലായിരുന്നു എന്നും തോന്നുന്നു. റിട്ടയർ ചെയ്തു കഴിഞ്ഞു. അന്ന് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അവസാനം വരെ മത്സരമായിരുന്നു. ഒടുവിൽ ഞാൻ 12,000 പറഞ്ഞപ്പോൾ അയാൾ നിശബ്ദനായി. ലേലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്ന് എൻ്റെ വണ്ടിയിലിരുന്നപ്പോൾ പൊടുന്നനെ ഞങ്ങൾ പരസ്പരം കാണുകയുണ്ടായി. ആ നോട്ടം എനിക്ക് ഒട്ടും പിടിച്ചില്ല. ഞങ്ങൾ നീലമണി ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തെത്തി. ഗേറ്റിലേക്ക് പതുക്കെ നടക്കുമ്പോൾ ഫെലൂദ ചോദിച്ചു, ഈ വീട്ടിൽ നിങ്ങൾ വളരെ പേർ താമസമുണ്ടോ? നീലമണി ബാബു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത് സുഹൃത്തെ? എന്നെപ്പോലെ ഒരൊറ്റ തടി. താങ്കൾക്ക് കൽക്കത്ത മുഴുവൻ തിരഞ്ഞാലും കാണാൻ കിട്ടില്ല. ഡ്രൈവർ, തോട്ടക്കാരൻ, വിശ്വസ്തരായ 2 പരിചാരകർ, പിന്നെ ഞാനും. ഇത്രയും പേരെ ഇവിടെയുള്ളൂ. ഫെലൂദായുടെ പിന്നീടുള്ള ചോദ്യം അദ്ദേഹം തീരെ പ്രതീക്ഷിച്ചതല്ല. ഈ വീട്ടിൽ ആരെങ്കിലും പയ്യന്മാർ താമസമുണ്ടോ? ക്ഷണനേരത്തേക്ക് നീലമണി ബാബു അന്തം വിട്ടു നിന്നു. പിന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസ്താവിച്ചു, ഞാനൊരു ഭൂതമായി കഴിഞ്ഞു. അത് മനസ്സിലായില്ലേ താങ്കൾ? പുരുഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പ്രായപൂർത്തിയായവരെ പറ്റിയാകും ആലോചിക്കുക. 10-12 ദിവസമായി എൻ്റെ അനന്തരവൻ ദംഡു ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ വ്യവസായിയാണ്. ഈയിടെ അയാൾ ജപ്പാനിൽ പോയി, ദംഡുവിനെ എന്നെ ഏൽപ്പിച്ചിട്ട്. പാവം ചെക്കൻ ഇവിടെ വന്നയുടൻ പനി പിടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം ഫെലൂദയെ നോക്കി ചോദിച്ചു, താങ്കൾക്ക് പെട്ടെന്ന് കുട്ടികളുടെ കാര്യം എങ്ങനെ ഓർമ്മ വന്നു? ഫെലൂദ പറഞ്ഞു, സ്വീകരണ മുറിയിൽ ഒരു അലമാരിയുടെ മൂലയ്ക്കായി ഒരു ശലഭത്തെ കണ്ടു. അതിനെ കണ്ടപ്പോൾ.
നീലമണി ബാബുവിൻ്റെ പരിചാരകൻ ടാക്സി കൊണ്ടുവരാൻ പോയിരിക്കുകയായിരുന്നു. റോഡിൽ കല്ലുകൾ വിരിച്ച് റിപ്പയർ പണി നടക്കുകയായിരുന്നു. അതുകൊണ്ട് ടാക്സി കടകട ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോർട്ടിക്കോയുടെ മുമ്പിൽ വന്നു നിന്നു. ഫെലൂദ ടാക്സിയിൽ കയറിയിരിക്കുമ്പോൾ നീലമണിയോട് പറഞ്ഞു, എന്തെങ്കിലും സംശയകരമായ കാര്യമുണ്ടായാൽ എന്നെ ഉടൻ വിവരമറിയിക്കണം. തൽക്കാലം അങ്ങനൊരു നടപടി വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ ഫെലൂദായോട് ചോദിച്ചു, ശൃഗാലദേവന്റെ മുഖം എത്ര ഭയാനകമായി തോന്നുന്നു? ഫെലൂദ വിശദീകരിച്ചു, മനുഷ്യ ശരീരത്തോട് ഏത് വസ്തുവിൻ്റെയും തല ചേർത്ത് വെച്ചാലും ആ രൂപം ഭയാനകമായിരിക്കും. ഇത് കുറുക്കൻ്റെ കാര്യത്തിൽ മാത്രമല്ല സംഭവിക്കുക. ഞാൻ പറഞ്ഞു, പ്രാചീന ഈജിപ്ഷ്യൻ ദേവന്റെ വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കുന്നത് മഹാ അപകടമാണ്. നിന്നോട് ആരാ ഇത് പറഞ്ഞത്? കൊള്ളാം, അങ്ങല്ലേ എനിക്ക് പറഞ്ഞു തന്നത്? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് ആർക്കിയോളജിസ്റ്റുകൾ മണ്ണ് കുഴിച്ച് പ്രാചീന ഈജിപ്ഷ്യൻ വിഗ്രഹങ്ങൾ പുറത്തെടുത്തുവല്ലോ, അവയിൽ ചിലതിൻ്റെ സ്ഥിതി വളരെ മോശമാണെന്നാണ്. അതെ അതെ, ഒരു വെള്ളക്കാരനില്ലേ മരിച്ചുപോയ കക്ഷി, അയാളുടെ പേരെന്തായിരുന്നു? ലോർഡ് കാർനാർവൻ. അയാളുടെ നായയുടെ കാര്യമോ? നായ അയാളോടൊപ്പം ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു. അയാൾ ഈജിപ്തിലും. തൂത്തൻ ഗിമേമിൻ്റെ കല്ലറ തുറന്ന് വിഗ്രഹങ്ങൾ പുറത്തെടുത്തതിന് ഏതാനും ദിവസം കഴിഞ്ഞാണ് കാർനാർവന് ഭീകരരോഗം പിടിപെട്ട് മരിച്ചത്. യജമാന്റെ മരണം നടന്ന അതേ സമയത്ത് നായയും യാതൊരു അസുഖവുമില്ലാതെ അതിശയകരമായ രീതിയിൽ ആയിരക്കണക്കിന് മൈലുകൾക്കകലെ മരിച്ചുപോയി എന്ന് വിവരം ലഭിച്ചു. പ്രാചീന ഈജിപ്തിലെ ഏതെങ്കിലും വസ്തുവിൽ എൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ ഫെലൂദ പറഞ്ഞ ഈ അത്ഭുത സംഭവം ഞാൻ ഓർക്കാറുണ്ട്. ശൃഗാലദേവന്റെ എനൂബിസിലെ വിഗ്രഹവും ആദ്യകാലത്തെ ഏതെങ്കിലും ഈജിപ്ഷ്യൻ ചക്രവർത്തിയുടെ ശവക്കല്ലറയിൽ നിന്ന് കിട്ടിയതാവും. നീലമണി ബാബുവിന് ഇതൊക്കെ അറിയില്ലേ? അറിഞ്ഞുകൊണ്ട് ഒരാപത്ത് വിളിച്ചു വരുത്തുന്നതിൻ്റെ പിന്നിൽ എന്ത് രസമാണ് കക്ഷിക്ക് കിട്ടുക എന്ന് എനിക്ക് പിടികിട്ടിയില്ല. അടുത്ത ദിവസം രാവിലെ 5:45 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ പത്രക്കെട്ട് വന്ന് വീഴുമ്പോൾ തന്നെ ടെലിഫോൺ മണി മുഴങ്ങി. ഞാൻ റിസീവർ എടുത്ത് ഹലോ പറഞ്ഞു. അങ്ങേ വശത്തു നിന്നും പറയുന്നത് കേൾക്കാൻ തുനിഞ്ഞയുടൻ ഫെലൂദ എൻ്റെ കയ്യിൽ നിന്നും റിസീവർ പിടിച്ചു വാങ്ങി. ഒന്നിച്ച് 3 തവണ എന്നും 2 തവണ ഹോ എന്നും 1 തവണ ആട്ടെ ശരി എന്നും പറഞ്ഞ് അയാൾ ഫോൺ താഴെ വെച്ചു. എന്നിട്ട് പേടിച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനൂബസിനെ കാണാനില്ല, ഉടൻ പുറപ്പെടണം. രാവിലെ ട്രാഫിക് കുറവായിരുന്നുകൊണ്ട് നീലമണി സന്യാലിൻ്റെ വീട്ടിലെത്താൻ 7 മിനിറ്റ് എടുത്തു. ടാക്സിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നീലമണി ബാബുവിനെ കണ്ടു. അദ്ദേഹം അസ്വസ്ഥനായി വീടിന് വെളിയിൽ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. ഫെലൂദയെ കണ്ട ഉടൻ അദ്ദേഹം പറഞ്ഞു, ദുസ്വപ്നം കണ്ട് ഞാൻ വലഞ്ഞു. ഇതുമാതിരി ഹോറിബിൾ എക്സ്പീരിയൻസ് എനിക്കൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ല സാർ. അപ്പോഴേക്കും ഞങ്ങൾ സ്വീകരണ മുറിയിൽ ചെന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഇരുത്തുന്നതിന് മുമ്പ് തന്നെ ഇരുന്നിട്ട് തൻ്റെ കൈത്തണ്ട ഞങ്ങളെ കാട്ടിത്തന്നു. ആളുകൾ കയ്യിൽ വാച്ച് കെട്ടുന്നതിൻ്റെ തൊട്ടു താഴെയായി കയറ് കെട്ടിയതിൻ്റെ പാട് കണ്ടു. അദ്ദേഹത്തിൻ്റെ 2 കൈകളും ചുവന്നിരിക്കുന്നു. ഫെലൂദ ചോദിച്ചു, എന്തുപറ്റി? പാവം ശ്വാസം വിടാൻ വിഷമിച്ച് തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതനുസരിച്ച് ഇന്നലെ ആ വിഗ്രഹം കിടപ്പ് മുറിയിൽ നിന്നുമെടുത്ത് തലയിണയുടെ താഴെ തന്നെ വെച്ചു. ഇപ്പോൾ തോന്നുന്നു അത് എവിടെ വെച്ചിരുന്നുവോ അവിടെ തന്നെ വെച്ചിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം ശാരീരിക യാതന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. പോട്ടെ, വിഗ്രഹം ഞാൻ എൻ്റെ തലയിണയുടെ അടിയിൽ വെച്ചിട്ട് ഞാൻ സുഖമായി ഉറങ്ങുകയായിരുന്നു. പക്ഷേ രാത്രി എത്ര മണിയായിരുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ ഉറക്കം ആകെ കെട്ടു. വല്ലാത്തൊരു പരവേശം. ആരോ ശക്തിയായി എൻ്റെ വായ തോർത്തുകൊണ്ട് മുറുക്കി കെട്ടിയിരിക്കുന്നു. തൊണ്ടയെടുത്ത് എന്തെങ്കിലും പറയാൻ പറ്റില്ല എന്ന് കണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നേക്കാൾ ശക്തിയുള്ള ആരുടെയോ പിടിയിൽ ഞാൻ അകപ്പെട്ടു പോയി എന്ന് പിടികിട്ടി. ഞൊടിയിടയിൽ എൻ്റെ കൈ പുറകോട്ട് കെട്ടിയിട്ടു. പിന്നെ തലയിണ കീഴിൽ നിന്ന് വിഗ്രഹം എടുത്തുകൊണ്ട് ഒറ്റപ്പോക്ക്. അദ്ദേഹം ശ്വാസം വിടാൻ
അല്പം സമയമെടുത്തിട്ട് മിണ്ടാതിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഏകദേശം 3 മണിക്കൂർ നേരം കൈ കെട്ടിയിട്ട അവസ്ഥയിൽ ഞാൻ കഴിച്ചു. ശരീരമാകെ വല്ലായ്മ തോന്നി. വെളുപ്പാൻ കാലത്ത് എൻ്റെ ഭൃത്യൻ നന്ദലാൽ ചായയും കൊണ്ട് എത്തിയപ്പോൾ എന്നെ ആ അവസ്ഥയിൽ കണ്ട് എൻ്റെ കെട്ടയച്ചു. ഞാൻ ഉടൻ തന്നെ താങ്കളെ ഫോണിൽ വിളിച്ചു. ഫെലൂദയുടെ മുഖഭാവം മാറിയത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം സോഫയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ മുറി ഒന്ന് കാണണം. ആവശ്യം വന്നാൽ അങ്ങയുടെ വീടിൻ്റെ ചിത്രമെടുക്കുകയും വേണം. ഫെലൂദയുടെ കയ്യിൽ ക്യാമറയും റെഡി. നീലമണി ബാബു ഞങ്ങളെ 2ാം നിലയിലെ തൻ്റെ ഉറക്കമുറിയിലേക്ക് നയിച്ചു. മുറിയിൽ കടന്നയുടൻ ഫെലൂദ ചോദിച്ചു, ജനാലയ്ക്ക് കമ്പിയിട്ടിട്ടില്ലേ? അദ്ദേഹം തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഒന്നും പറയണ്ട. വിദേശ മാതൃകയിലുള്ള വീടല്ലേ. എനിക്കാണെങ്കിൽ ജനാല അടച്ച് കിടന്നുറങ്ങാൻ സാധ്യവുമല്ല. ഫെലൂദ ജനാലയിൽ കൂടി കഴുത്ത് നീട്ടി താഴോട്ട് നോക്കി. അദ്ദേഹം പറഞ്ഞു, വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. പൈപ്പുണ്ട്. ഏതൊരു ചെറുപ്പക്കാരനും അതിൽ കൂടി മുറിയിൽ കിടന്ന് എന്തും ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫെലൂദ മുറിയുടെ 4 വശവും ശരിക്കൊന്നു നോക്കി. ചുമർ ചിത്രങ്ങൾ തിരിച്ചും മറിച്ചും ഇട്ടത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി വീടിൻ്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് ഓടിച്ചു നടന്ന് കാണണം. നീലമണി ബാബു ആദ്യം 2ാം നില കാണിച്ചു. അടുത്ത മുറിയിൽ ഒരു കട്ടിലിൽ 12-13 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ കഴുത്തുവരെ രജായി പുതച്ച് കിടക്കുന്നു കണ്ടു. നല്ല ഉണ്ട കണ്ണുകൾ. കണ്ടിട്ട് പയ്യന് ആരോഗ്യം പോരാ എന്ന് തോന്നി. അപ്പോൾ അവനാണ് ദംഡു. നീലമണി ബാബു പറഞ്ഞു, ഇന്നലെ ഡോക്ടർ ബോസ് ദംഡുവിന് ഉറക്ക ഗുളിക കൊടുത്തു. തന്മൂല രാത്രി അവൻ്റെ ചെവി അടച്ചു കിടന്നു, യാതൊന്നും കേൾക്കാൻ വയ്യാതെ. 2ാം നിലയിലെ മറ്റ് 2 മുറികളും കണ്ടിട്ട് 1ാം നിലയിലെ മുറികൾ ആകെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ചെന്നു. നീലമണി ബാബുവിൻ്റെ മുറിയിലെ ജനാലയിലൂടെ താഴേക്ക് നോക്കി. താഴെയായി ധാരാളം പൂപാത്രങ്ങൾ കണ്ടു. അതിൽ പനമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടു. ഫെലൂദ താഴെ പൂപാത്രങ്ങളുടെ ഉള്ളിൽ വല്ലതുമുണ്ടോ ഇല്ലയോ എന്ന് നോക്കി. ആദ്യത്തെ 2 പാത്രങ്ങളിലും ഒന്നും കാണാനില്ലായിരുന്നു. 3ാമത്തെ പാത്രത്തിൽ ഇലകളുടെ ഇടയിൽ തപ്പിയപ്പോൾ ടിൻ കൊണ്ടുള്ള ഒരു ചെറിയ ഡബ്ബ കിട്ടി. അതിൻ്റെ അടപ്പ് തുറന്നിട്ട് നീലമണി ബാബുവിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് ഫെലൂദ പറഞ്ഞു, ഈ വീട്ടിലെ ആരെങ്കിലും മൂക്കുപൊടി വലിക്കാറുണ്ടോ? നീലമണി ബാബു ഇല്ല എന്ന് പറഞ്ഞു. ഫെലൂദ ആ പൊടിഡപ്പി എടുത്ത് തൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. അപ്പോൾ നീലമണി ബാബു വളരെ ഉദാസീനായി പറഞ്ഞു, മിസ്റ്റർ മിത്ര, മറ്റൊരു കാര്യവുമില്ല. ഒരു വിഗ്രഹം നഷ്ടപ്പെട്ടു. കിട്ടിയില്ലെങ്കിൽ വേറൊന്ന് മേടിക്കും. അല്ലാതെന്താ? പക്ഷേ ഒരു കള്ളൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കളിപ്പിച്ച് പോയത് എനിക്ക് സഹിക്കാനാവില്ല. താങ്കൾ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. താങ്കൾ അവനെ പിടികൂടിയാൽ ഞാൻ താങ്കൾക്ക് അതിനു വേണ്ട പ്രതിഫലം, അതെ പ്രതിഫലം, അതായത് റിവാർഡ് നൽകും. ഫെലൂദ പറഞ്ഞു, റിവാർഡ് അത്ര വലിയ കാര്യമല്ല. താങ്കൾക്ക് തരണമെന്നുണ്ടെങ്കിൽ തന്നോളൂ. പക്ഷേ ഈ കാര്യം ഞാൻ ഏറ്റെടുത്തതിൻ്റെ പ്രധാന കാരണം ഇമ്മാതിരി അന്വേഷണത്തിൻ്റെ പിന്നിൽ ഒരു ചലഞ്ച്, ഒരു ആനന്ദമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, വലിയ വലിയ കുറ്റാന്വേഷണ കഥകളിൽ കുറ്റാന്വേഷകർ പറയുന്ന രീതി തന്നെയാണ് ഫെലൂദായും പറയുന്നത്. അതിനുശേഷം ഫെലൂദ നീലമണി ബാബുവിൻ്റെ ഡ്രൈവർ ഗോവിന്ദ്, ഭൃത്യൻ നന്ദലാൽ, തോട്ടക്കാരൻ നട്വർക്ക് എന്നിവരുമായി 10 നിമിഷ നേരം സംസാരിച്ചു. അവരെല്ലാം രാത്രി അസാധാരണമായി ഒന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തതായി പറഞ്ഞില്ല. പുറത്തുള്ളവരിൽ ഡോക്ടർ ബോസ് മാത്രം രാത്രി 9 മണിക്ക് ദംഡുവിനെ നോക്കാനെത്തിയിരുന്നു. നീലമണി ബാബു ഒരു പ്രാവശ്യം മുഖർജിയുടെ മരുന്ന് കടയിൽ നിന്ന് മരുന്ന് മേടിക്കാൻ പോയിരുന്നു. മടങ്ങിയപ്പോൾ ഞാൻ ലേശം വല്ലായ്മയിലായിരുന്നു. പൊടുന്നിന് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ടാക്സി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി മാറി മറ്റൊരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഫെലൂദ ഗൗരവത്തിലായിരുന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് മറ്റൊന്നും ചോദിക്കാൻ പോയില്ല. ടാക്സി ഫ്രീ സ്കൂൾ സ്ട്രീറ്റിൻ്റെ ഒരു കെട്ടിടത്തിന് മുമ്പിൽ നിന്നു. കെട്ടിടത്തിൻ്റെ പ്രധാന കവാടത്തിന് മുകളിൽ
സൈൻ ബോർഡിൽ വലിയ വലിയ അക്ഷരങ്ങളിൽ മനോഹരമായി എഴുതിയിരുന്നു എറാഡുൺ ബ്രദേഴ്സ്. അതായിരുന്നു ലേലം വിളിക്കാരുടെ കേന്ദ്രം. ഞാൻ ഒരിക്കലും ലേലം വിളി ആപ്പീസ് കണ്ടിട്ടില്ല. ആദ്യമായി അത് കണ്ടിട്ട് ഞാൻ അതിശയിച്ചു പോയി. ഇത്രയും തരത്തിലുള്ള വിചിത്ര വസ്തുക്കൾ ഒന്നിച്ച് മുമ്പ് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. ഫെലൂദയുടെ കാര്യം 2 നിമിഷം കൊണ്ട് കഴിഞ്ഞു. പ്രതുൽ ദത്തയുടെ മേൽവിലാസം ഇങ്ങനെയായിരുന്നു: സേവേൻ ഭായ്വൻ, ലൗലക് സ്ട്രീറ്റ്. ഞാൻ ആലോചിച്ചു, പ്രതുൽ ദത്തിന്റെ വീട്ടിൽ ചെന്നിട്ടും ഫെലൂദയ്ക്ക് നിരാശപ്പെടേണ്ടി വന്നാൽ പിന്നെ അക്കാര്യത്തിന് എങ്ങും പോയിട്ട് കാര്യമില്ല. അതിൻ്റെ അർത്ഥം ഫെലൂദയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. കാരണം ഇതുവരെ ഫെലൂദയ്ക്ക് ഒരിക്കലും തോൽവി നേരിടേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ഒരു കാര്യത്തിൽ എല്ലാ വഴിക്കും നിരാശനായി മുഖം വാടിയിരിക്കുക. ഈ ദൃശ്യം എനിക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. വളരെ വേഗം അദ്ദേഹത്തിന് എന്തെങ്കിലും സൂചന കണ്ടെത്താൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മുമ്പിൽ ഇരുട്ട് തന്നെ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്താ? അദ്ദേഹം ചോറിൻ്റെ ഒരു കൂന കൂട്ടി അതിൽ ഒരു കുഴിയുണ്ടാക്കി. 1 കപ്പ് ചെറുപയർ കറി ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മീൻ, പിന്നെ ചട്നിയും, പുറകെ തൈരും. പിന്നീട് വെള്ളം കുടിച്ചിട്ട് വായ കഴുകും. എന്നിട്ടൊരു ബീഡ. പിന്നെയോ? പിന്നെ ഒരു സ്ഥലത്ത് ഫോൺ ചെയ്തിട്ട് 1/2 മണിക്കൂർ നേരം ഉറങ്ങും. ഇതിലൊക്കെ ടെലിഫോണായിരുന്നു എനിക്ക് ഏറ്റവും കൗതുകകരമായ വസ്തു. അതിനാൽ ഞാനത് കാത്തിരുന്നു. ഡയറക്ടറിയിൽ നിന്ന് ഞാൻ പ്രതുൽ ദത്തയുടെ നമ്പർ അന്വേഷിച്ച് കണ്ടെത്തി. നമ്പർ ഡയൽ ചെയ്തിട്ട് ഹലോ പറഞ്ഞപ്പോൾ ഫെലൂദ തൻ്റെ ശബ്ദം ആകെ മാറ്റി. ഒരു വയസ്സൻ്റെ ശബ്ദം സ്വീകരിച്ചു. ഫോണിൽ നടന്ന സംഭാഷണം കൊണ്ട് എനിക്ക് ഒരു ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അത് ഞാൻ ഇവിടെ അതേ മട്ടിൽ പറയുകയാണ്. ഹലോ, ഞാൻ നാഗ്തലിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് ജയനാരായൺ ബാഗ്ചി എന്നാണ്. എനിക്ക് പ്രാചീന കലാശില്പങ്ങളിൽ അതിയായി താല്പര്യമുണ്ട്. അതേപ്പറ്റി ഞാനൊരു പുസ്തകം എഴുതാൻ പോവുകയാണ്. ഉവ്വ് സർ, അങ്ങയുടെ ശേഖരത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങയോട് ഒരപേക്ഷയേ ഉള്ളൂ. ദയവ് ചെയ്ത് അങ്ങയുടെ ശേഖരത്തിലെ ചില വസ്തുതകൾ കാണാൻ അനുവദിക്കണം. ഹേയ്, ഇല്ലില്ല. ഞാനെന്താ വട്ടനാണോ? ശരി. ഉവ്വ്, തീർച്ചയായും. വളരെയധികം നന്ദി. നമസ്കാരം. ടെലിഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് ഫെലൂദ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിലിപ്പോൾ വെള്ള പൂശുകയാണ്. അതിന് സാധനങ്ങളൊക്കെ അടുക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്കിൽ വൈകിട്ട് പോയാൽ കാണാൻ പറ്റും. എനിക്ക് ഒരു കാര്യം പറയാതെ വയ്യ എന്ന് തോന്നി. പ്രതുൽ ബാബു ഇനി യഥാർത്ഥത്തിൽ എനൂബസിൻ്റെ വിഗ്രഹം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മെ അത് കാണിക്കാൻ പോകുന്നില്ല. ഫെലൂദ പറഞ്ഞു, നിന്നെപ്പോലൊരു പമ്പര വിഡ്ഢിയാണെങ്കിൽ കാണിച്ചെന്ന് വരും. പക്ഷേ കാണിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. വിഗ്രഹം കാണാനല്ല, ആ മനുഷ്യനെ കാണാനാണ് ഞാൻ പോകുന്നത്. ഫെലൂദ പറഞ്ഞ പോലെ ടെലിഫോൺ ചെയ്തിട്ടാണ് അദ്ദേഹം തൻ്റെ ഉറക്കമുറിയിലേക്ക് കടന്നത്. ഫെലൂദയ്ക്ക് അത്ഭുതകരമായ ഒരു കഴിവുണ്ട്. തൻ്റെ ആവശ്യമനുസരിച്ച് അദ്ദേഹത്തിന് ഏത് സമയവും കുറേ ഉറങ്ങാൻ പറ്റുമായിരുന്നു. നെപ്പോളിയനും ഈ കഴിവുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം യുദ്ധമൈതാനത്ത് പോകുന്നതിന് മുമ്പായി കുതിരപ്പുറത്തിരുന്ന് അല്പം ഉറങ്ങും, ശരീരത്തിന് കുളിർമയും തെളിമയും നൽകാനായി. എനിക്ക് ചെയ്യാനായി വിശേഷിച്ചൊരു കാര്യവുമില്ലായിരുന്നു. തന്മൂലം ഫെലൂദ വന്നപ്പോൾ ഈജിപ്ഷ്യൻ ആർട്ടിനെ പറ്റിയുള്ള ഒരു പുസ്തകമെടുത്ത് അവർ തിരിച്ചു മറിച്ചു നോക്കി. അപ്പോൾ വലിയ ശബ്ദത്തോടെ ഫോൺ ബെല്ലടിച്ചു. ഞാൻ ഓടി സ്വീകരണ മുറിയുടെ ഉള്ളിൽ ചെന്ന് ഫോൺ എടുത്തു. ഹലോ. കുറേ നേരത്തേക്ക് ഒരു ശബ്ദവും കേട്ടില്ല. ആരോ റിസീവറും പിടിച്ചുകൊണ്ട് നിൽക്കുകയാകും എന്നെനിക്ക് തോന്നി. എൻ്റെ നെഞ്ചിടിച്ചു. ഏകദേശം 10 സെക്കൻഡ് കഴിഞ്ഞ് ഒരു ഗംഭീര കർക്കശ ശബ്ദം കേട്ടു. പ്രദോഷ് മിത്രയുണ്ടോ? ഞാൻ ഒരുവിധം പറഞ്ഞു. അദ്ദേഹം ഉറങ്ങുകയാണ്. താങ്കൾ ആരാണ് സംസാരിക്കുന്നത്? പിന്നെ കുറേ നേരത്തെ മൗനം. പിന്നെ പറയുന്നത് കേട്ടു. ശരി, നിങ്ങൾ അദ്ദേഹത്തോട് പറയുക, ഈജിപ്തിലെ ദേവതയ്ക്ക് പോകേണ്ട സ്ഥാനത്ത് പോയി കഴിഞ്ഞു.
പ്രദോഷ് മിത്ര ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, അനിഷ്ടം ഉണ്ടായി എന്നും വരാം. പിന്നെ പൊടുന്നനെ ഫോൺ താഴെ വയ്ക്കുന്ന ശബ്ദം കേട്ടു. വീണ്ടും നിശബ്ദത പരന്നു. ഞാനിനി എത്ര നേരം കൂടി ഫോൺ പിടിച്ച് ശ്വാസം വിടാതെ ഇരിക്കണമെന്നറിയില്ല. പെട്ടെന്ന് ഫെലൂദയുടെ ശബ്ദം കാതിലെത്തി. ഞാൻ റിസീവർ യഥാസ്ഥാനം വെച്ചു. ആരാ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്? ഫോണിൽ കേട്ടതൊക്കെ ഞാൻ അതേപോലെ പറഞ്ഞു കേൾപ്പിച്ചു. ഫെലൂദ ഗൗരവത്തോടെ പുരികം ചുളിച്ചുകൊണ്ട് സോഫയിലിരുന്നു. നീ എന്നെ ഒന്ന് വേഗം വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഉറക്കത്തിനിടെ അങ്ങേ വിളിച്ചുണർത്തിയാൽ എന്നോട് ചൂടാകില്ലേ? ആ മനുഷ്യന്റെ തൊണ്ടയിലെ ശബ്ദം എങ്ങനെയുള്ളതായിരുന്നു? ഗൗരവം പൂണ്ട് കറകറാന്ന്. ആട്ടെ, ഉടൻ പോയി പ്രതുൽ ദത്തയെ ഒന്ന് കാണാം. ലേശം പ്രകാശം തെളിഞ്ഞു വരുന്നതായി തോന്നിച്ചതാണ്. ഇപ്പോൾ വീണ്ടും മങ്ങലായി. 6 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഞങ്ങൾ പ്രതുൽ ദത്തയുടെ വീട്ടുവാതിൽക്കൽ ടാക്സിയിൽ ചെന്നിറങ്ങി. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് പോലും അപ്പോൾ ഞങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിവില്ലായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഫെലൂദ ഒരു 60കാരൻ വൃദ്ധന്റെ വേഷത്തിലായിരുന്നു. കുറ്റിരോമങ്ങൾ നിറഞ്ഞ താടി, കണ്ണിൽ കട്ടിക്കൂടിയ കണ്ണട, ദേഹത്ത് കറുത്ത ഷർട്ട്, കോട്ട്, കാൽമുട്ടുകളോളം ഉയർന്ന ധോതി, സോക്സിന് മുകളിൽ ബാറ്റിയുടെ തവിട്ട് നിറത്തിലുള്ള കേർഡ് ഷൂസ്. അരമണിക്കൂറോളം മുറിയടച്ചിരുന്ന് അദ്ദേഹം മേക്കപ്പ് ചെയ്തിട്ട് പുറത്തു കടന്ന് പറഞ്ഞു, നിനക്ക് വേണ്ടി 2-3 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് റെഡിയാകണം. ഞാൻ അതിശയത്തോടെ ചോദിച്ചു, ഞാനും മേക്കപ്പ് ചെയ്യണോ? തീർച്ചയായും. 2 മിനിറ്റിനകം എൻ്റെ തലയിൽ കൊച്ചു കൊച്ചു തലമുടിയോടുകൂടിയ ഒരു വിഗും മൂക്കത്ത് കണ്ണടയും ഫിറ്റ് ചെയ്തു. പിന്നെ ഫെലൂദ ഒരു പെൻസിലെടുത്ത് എൻ്റെ മുടിയാകെ ചിതറിയിട്ടു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ അനന്തരവനാണ്. പേര് സുബോധ്. എന്ന് വെച്ചാൽ നീ ശാന്തനും യോഗ്യനും വായയുമുള്ള ഒരു മാന്യൻ. അവിടെ ചെന്ന് നീ എന്തെങ്കിലും എഴുന്നള്ളിച്ചാൽ വീട്ടിൽ തിരിച്ചെത്തിയാലുടൻ നല്ല ചുട്ട അടി കിട്ടും. നിന്നെ സ്വീകരിക്കുന്നത് അടിയും തൊഴിയും കൊണ്ടാകും. പ്രതുൽ ബാബുവിൻ്റെ വീട്ടിൽ വെള്ള പൂശുന്ന പണി ഏറെക്കുറെ തീരാറായിരുന്നു. വീടിൻ്റെ ഡിസൈൻ കണ്ടാലറിയാം, കുറഞ്ഞ പക്ഷം 25-30 വർഷത്തെ പഴക്കം കാണുമെന്ന്. പുതിയ നിറമടിച്ചതോടെ ജനാലകളും വാതിലുകളും ചുമരുകളും മറ്റും മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു. ഗേറ്റിനുള്ളിൽ കടന്നയുടൻ പുറത്ത് ഒരു തുറന്ന വരാന്തയിൽ ചൂരൽ കസാരയിൽ ഒരു മധ്യവയസ്കൻ ഇരിക്കുന്നത് കണ്ടു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടക്കുന്നത് കണ്ട് അദ്ദേഹം കസാരയിൽ നിന്നും എഴുന്നേറ്റില്ല. സന്ധ്യാപ്രകാശത്തിലും ആ മുഖത്ത് ഗൗരവം കണ്ടു. ഫെലൂദ 2 കൈകളും കൂപ്പി തല കുനിച്ച് അദ്ദേഹത്തിന് നമസ്കാരം പറഞ്ഞു. തൻ്റെ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, ക്ഷമിക്കണം, താങ്കൾ തന്നെയാണോ പ്രതുൽ ബാബു? അദ്ദേഹം ഗൗരവം വിടാതെ പറഞ്ഞു, അതെ, ഞാനാണ് ജയനാരായൺ ബാഗ്ചി. ഇന്ന് ഉച്ചയ്ക്ക് ഞാനാണ് അങ്ങേക്ക് ഫോൺ ചെയ്തത്. ഇത് എൻ്റെ അനന്തരവൻ സുബോധാണ്. എന്തിനാ നിങ്ങൾ അനന്തരവനെ കൂടെ കൊണ്ടുവന്നത്? ഇയാളെപ്പറ്റി നിങ്ങൾ ഫോൺ ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ തലയിലെ വിഗ് കാരണം എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ഫെലൂദ തൻ്റെ സ്വരം വളരെ മധുരമാക്കിക്കൊണ്ട് പറഞ്ഞു, ഇയാൾ ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അദ്ദേഹം കസാര ഉപേക്ഷിച്ചിട്ട് എഴുന്നേറ്റ് നിന്നു. നിങ്ങൾക്ക് എൻ്റെ കൈവശമുള്ള സാധനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു വിരോധവുമില്ല. അപ്പോൾ ഒരു കാര്യം, ശേഖരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ സമ്പാദിച്ചത്. വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. വീട്ടിലാണെങ്കിൽ പകലും രാത്രിയും പണിക്കാരുടെ ശല്യമാണ്. അതെടുക്ക്, ഇത് മാറ്റിവെക്ക്, എല്ലായിടത്തും പെയിൻറ്റിൻ്റെ ഗന്ധം. എനിക്ക് ആ മണം സഹിക്കാൻ പറ്റില്ല. എല്ലാം ഒന്ന് തീർത്തിട്ട് വേണം സമാധാനമായി ഒന്ന് ശ്വാസം വിടാൻ. വരൂ, നിങ്ങൾ അകത്തേക്ക് വരൂ. അയാളെ കണ്ടിട്ട് ഞങ്ങൾക്ക് പിടിച്ചില്ലെങ്കിലും അകത്ത് ചെന്ന് അയാളുടെ ശേഖരം കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. താങ്കളുടെ പക്കൽ ഈജിപ്തിലെ ശില്പകലയുടെ നല്ല ശേഖരം ഞാൻ കണ്ടു. ഉണ്ടാവും. ഇതിൽ കുറേ സാധനങ്ങൾ കെയ്റോവിൽ നിന്ന് വാങ്ങിയതാണ്, കുറേ ഇവിടെ ലേലത്തിൽ കിട്ടിയതും. സുബോധേ, നീ എല്ലാം നന്നായി നോക്കിക്കാണണം.
ഫെലൂദ എന്നെ ഒന്നാക്കിയിട്ട് അങ്ങോട്ട് തള്ളിവിട്ടു. പലതരത്തിലുള്ള ദേവീദേവന്മാരുണ്ട്. നോക്ക്, ഈ കാണുന്ന പരുന്തും ദേവനാണ്. ആ മൂങ്ങയും ദേവൻ തന്നെ. ഈജിപ്തിലെ ആൾക്കാർ എത്രയോ തരത്തിലുള്ള പരുന്തുകളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതുൽ ബാബു സോഫയിലിരുന്ന് ഒരു ചുരുട്ട് കത്തിച്ചു. ഞാൻ പൊടുന്നിനെ കയറി പറഞ്ഞു, കുറുക്കൻ ദേവനല്ല മാമാജി. അത് കേട്ട് പ്രതുൽ ബാബുവിന് ഷോക്കേറ്റ പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു, ചുരുട്ടിൻ്റെ ക്വാളിറ്റിയൊക്കെ പോയി. മുമ്പ് ഇത്രയും കടുപ്പം പതിവില്ലായിരുന്നു. ഫെലൂദ പഴയ പോലെ നേരിയ സ്വരത്തിൽ പറഞ്ഞു, അത് എൻ്റെ അനന്തരവൻ എനൂബസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇന്നലെയാണ് അവനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. പ്രതുൽ ബാബു പെട്ടെന്ന് ചൊടിച്ചു. എനൂബിസ്, സ്റ്റുപ്പിഡ് ഫൂൾ. സർ, ഫെലൂദ ഇടയ്ക്ക് കയറി പ്രതുൽ ബാബുവിനോട് പറഞ്ഞു, എനൂബസിനെ താങ്കൾ വിഡിയെന്ന് പറയുന്നു? എനൂബസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അന്ന് ലേലം വിളി നടന്നപ്പോൾ അയാളെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഹീസ് എ ഫൂൾ. അയാൾ വിളിക്കുന്നത് ഒന്നും ഗ്രഹിക്കാതെയാണ്. വളരെ മനോഹരമായൊരു വിഗ്രഹമായിരുന്നു. അയാൾ കയറി ഒരു കടുംവിളി വിളിച്ചു. അതിൽ കൂടുതൽ വിളിക്കാൻ പറ്റില്ല. എവിടെ നിന്ന് ഇത്രയും പണം ഇയാൾ കൊണ്ടുവരുന്നു എന്നറിയില്ല. ഫെലൂദ ചുറ്റുപാടും ഒന്നുകൂടി കണ്ണോടിച്ചിട്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. വളരെ വളരെ നന്ദി. താങ്കൾ വളരെ നല്ല ആളാണ്. താങ്കളുടെ കലാശേഖരം കണ്ടിട്ട് വളരെ സന്തോഷമായി. അവിടെ കണ്ട സാധനങ്ങളൊക്കെ 2ാം നിലയിലായിരുന്നു. ഞങ്ങൾ താഴോട്ട് ചെന്നു. പടികൾ ഇറങ്ങിക്കൊണ്ട് ഫെലൂദ പറഞ്ഞു, താങ്കളുടെ പക്കൽ മറ്റെന്തൊക്കെ? ഭാര്യയുണ്ട്. മകൻ വിദേശത്താണ് താമസം. പ്രതുൽ ദത്തിൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ട് ഞങ്ങൾ ടാക്സിക്കായി മുമ്പോട്ട് നടന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ പ്രദേശം എത്ര വിജനമാണ്. മണി 7 ആയിട്ടില്ല. എന്നിട്ടും വഴിയിൽ യാത്രക്കാരായി ആരെയും കാണാനില്ല. 2 തെണ്ടിപ്പിള്ളർ ശ്യാമസംഗീതം പാടിക്കൊണ്ടുവരുന്നത് കണ്ടു. ഞങ്ങൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ഒരാൾ പാടുകയും അപരൻ തപ്പു വായിക്കുകയും ചെയ്യുകയാണെന്ന് മനസ്സിലായി. പയ്യൻ്റെ സ്വരമാതിരി അപാരം. ഫെലൂദ അവൻ്റെ കൂടെ ചേർന്ന് പാടി. ഞാൻ എങ്ങോട്ട് പോകും അമ്മ? എൻ്റെ ആരും ഈ ഇടവഴിയിലില്ല. ബാലിഗഞ്ചിലെ സർക്കുലർ റോഡിൽ കൂടി നടക്കുമ്പോൾ ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ഒരു ടാക്സി കണ്ടു. ഫെലൂദ അയാളെ ഉറക്കെ വിളിച്ചു. ഞങ്ങൾ അതിനുള്ളിൽ കയറിയിരുന്നപ്പോൾ വൃദ്ധനായ ഡ്രൈവർ ഫെലൂദയെ ആശ്ചര്യപൂർവ്വം നോക്കി. ഈ വല്യപ്പൻ്റെ തൊണ്ടയിൽ നിന്ന് പയ്യന്മാരെ പോലുള്ള സ്വരമാധുര്യം എങ്ങനെ വരുന്നു എന്നയാൾ ആലോചിച്ചതാവാം. പിറ്റേ ദിവസം രാവിലെ ഫോൺ മണി കേട്ടപ്പോൾ ഞാൻ ബാത്റൂമിനുള്ളിൽ പല്ല് തേക്കുകയായിരുന്നു. അതുകൊണ്ട് ഫെലൂദ തന്നെ റിസീവർ എടുത്തു. ചോദിച്ചപ്പോൾ നീലമണി ബാബുവാണ് വിളിച്ചത്. അദ്ദേഹത്തിന് ഒരു വിവരം പറയാനുണ്ട് എന്ന് മനസ്സിലായി. ഇന്നലെ പ്രതുൽ ബാബുവിൻ്റെ വീട്ടിലും മോഷണം നടന്നു. ഈ വിവരം പത്രത്തിലും വന്നിട്ടുണ്ട്. പണമൊന്നും പോയിട്ടില്ല. മോഷ്ടാവ് തടിയിലുണ്ടാക്കിയ പഴയ ഏതാനും കലാരൂപങ്ങളാണ് കൊണ്ടുപോയത്. 8-10 ചെറിയ സാധനങ്ങൾ. എല്ലാറ്റിൻ്റെയും കൂടി വില 1000 രൂപയിൽ താഴെയേ വരൂ. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രതുൽ ബാബുവിൻ്റെ വീട്ടിൽ വെച്ച് രാവിലെ പോലീസുകാരുമായി കൂടിക്കാഴ്ച. അതിനിടയിൽ ഫെലൂദയുടെ പരിചയത്തിലുള്ള ആളെ കാണുക. അതിൽ അതിശയമൊന്നും പറയാനില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മണി 7:15 ഇന്ന് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഫെലൂദ തൻ്റെ ജാപ്പനീസ് ക്യാമറ കൂടെ എടുക്കാൻ മറന്നിരുന്നില്ല. ഞങ്ങൾ ഗേറ്റിനുള്ളിലേക്ക് കഷ്ടിച്ച് കടന്നതേയുള്ളൂ. അപ്പോഴേക്കും ഒരു സന്തോഷവാനായ തടിച്ച കണ്ണട വെച്ച ഒരാളെ, പോലീസ് ഇൻസ്പെക്ടറോ മറ്റോ ആവും, അയാളെ കണ്ടു. ഫെലൂദയെ കണ്ടയുടൻ അയാൾ വേഗം അടുത്തു വന്ന് സ്നേഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ പുറത്തൊന്ന് തട്ടി. എന്തൊക്കെയുണ്ട് ഫെലൂദ വിശേഷം? വിവരമറിഞ്ഞതോടെ അങ്ങ് ഹാജരായി അല്ലേ? അയാൾ ലോഹ്യം കാട്ടി. ഫെലൂദ വിനയത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് പറയാനാ, ഞങ്ങളുടെ ജോലി ഇതൊക്കെയല്ലേ. ജോലി എന്ന് പറയണ്ട, അത് ഞങ്ങളുടേതാണ്. നിങ്ങൾക്കിതൊരു കൗതുകമാണ്. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഫെലൂദ അതിന് മറുപടി നൽകാതെ ഇങ്ങനെ ചോദിച്ചു, വല്ല വിവരം കിട്ടിയോ? ബർഗളറി കേസല്ലേ? അങ്ങനെയല്ലാതെ വരുമോ? ആള് വളരെ അപ്സെറ്റായി എന്ന് തോന്നുന്നു.
തൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഇത്രമാത്രം പറയുന്നു: ഇന്നലെ ഒരു വയസ്സൻ ഒരു പയ്യനും ഒന്നിച്ച് എൻ്റെ സാധനങ്ങൾ കാണാൻ വന്നു. എനിക്ക് തോന്നുന്നത് ഈ ബൾഗറിയുമായി അവർ രണ്ടുപേർക്കും ബന്ധം കാണുമെന്നാണ്. അത് കേട്ടതോടെ എൻ്റെ തൊണ്ട വരണ്ടു. ഈ ഫെലൂദ കൂടെ കൂടെ വല്ലാത്ത ചില വേലകൾ കാട്ടും. പക്ഷേ ഫെലൂദയുടെ മുഖത്ത് പരിഭ്രമത്തിൻ്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു: എങ്കിൽ ആ വയസ്സിന് പിടികൂടിയാൽ കള്ളൻ വലയിലാകും. ഇത് വളരെ എളുപ്പമാകും. തടിച്ച പോലീസ് ഓഫീസർ പറഞ്ഞു: വളരെ നല്ല കാര്യമാണ് താങ്കൾ പറഞ്ഞത്. നോവലിലെ ഡിറ്റക്റ്റീവ് പറയുന്നത് പോലെ. കൊള്ളാം. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഞങ്ങൾ, ഫെലൂദയും ഞാനും, മുറിയിലേക്ക് ചെന്നു. നേരത്തെ കണ്ട മാന്യൻ ഇന്നും ആ വരാന്തയിലിരിക്കുന്നത് കണ്ടു. ആൾ വളരെ അസ്വസ്ഥനായിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് കണ്ട ഭാവം നടിച്ചില്ല. മോഷണം നടന്ന മുറി കാണണ്ടേ താങ്കൾക്ക്? പോലീസ് ഫെലൂദയോട് ചോദിച്ചു. വരൂ, നോക്കാം. ഇന്നലെ വൈകിട്ട് 2 നില കെട്ടിടത്തിലെ ഏത് മുറിയിലേക്കാണോ ഞങ്ങൾ പോയത്, ഇന്നും അവിടെ തന്നെ പോകാൻ ഞങ്ങൾ നിർബന്ധിതരായി. മറ്റൊരു വസ്തുവും ഫെലൂദ നോക്കാതെ ബാൽക്കണിയിലേക്ക് പോയി. ബാൽക്കണിയിൽ നിന്ന് കുനിഞ്ഞ് താഴോട്ട് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു: പൈപ്പിൽ കൂടി അനായാസം മുകളിലേക്ക് കയറാം. തടിച്ച പോലീസ് ഓഫീസർ പറഞ്ഞു: ഉവ്, കയറാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്. പെയിൻ്റടി നടക്കുന്നതുകൊണ്ട് 2 ദിവസമായി ആ മുറി അടയ്ക്കാറേയില്ലായിരുന്നു. എപ്പോഴാ മോഷണം നടന്നത്? രാത്രി 9:45. ആദ്യം ആരാണ് ഇക്കാര്യം അറിഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഭൃത്യൻ ഇവിടെ ഒരു മുറിയിൽ കിടക്കാറുണ്ട്. ശബ്ദം കേട്ട് അയാൾ അങ്ങോട്ട് വന്നു. അപ്പോൾ മുറിയിൽ ഇരുട്ടായിരുന്നു. വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ കിട്ടി. അയാൾക്ക് ഒരു ശക്തിയായ ഇടി. അയാൾ ബോധം കെട്ട് താഴെ വീണു. ആ സന്ദർഭം മുതലാക്കി കള്ളൻ സ്ഥലം വിട്ടു. ഫെലൂദയ്ക്ക് സംശയമായി. ആ കൺപോളകൾ ചുരുങ്ങി. അദ്ദേഹം പറഞ്ഞു: ആ ഭൃത്യനുമായി ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. ഭൃത്യൻ്റെ പേര് വംശലോചൻ എന്നായിരുന്നു. ഇടി കൊണ്ടത് കാരണം അവൻ അനുഭവിച്ച വേദനയും ഭയവും അപ്പോഴും മാറിയിരുന്നില്ല. ഫെലൂദ ചോദിച്ചു: എവിടെയാണ് നിങ്ങൾക്ക് വേദന? ഭൃത്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു: വയറ്റിൽ. വയറ്റിലോ? വയറ്റിലാണോ തൊഴിച്ചത്? എന്തൊരു ശക്തിയായിരുന്നു ആ കൈകൾക്ക്! ഭയങ്കരം. ആരോ കല്ലുകൊണ്ട് വയറ്റിലടിച്ചു. അതോടെ ഞാൻ ബോധം കെട്ട് താഴെ വീണു. നിങ്ങൾ എപ്പോഴാ ശബ്ദം കേട്ടത്? അപ്പോൾ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? ഞാൻ സമയം നോക്കിയില്ല സാർ. അപ്പോൾ ഞാൻ അമ്മയുടെ മുറിയിലെ കട്ടിൽ വിരിക്കുകയായിരുന്നു. 2 കുട്ടികൾ ഒന്നിച്ച് ഏതോ കീർത്തനം പാടുകയായിരുന്നു. ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ പൂജാമുറിയിലായിരുന്നു. ആ 2 കുട്ടികൾക്കും അവർ വന്ന് പൈസ കൊടുത്തു. അപ്പോൾ ഏമാൻ്റെ മുറിയിൽ പാത്രം താഴെ വിടുന്ന ശബ്ദം കേട്ടു. അവിടെ ആരുമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ടും അവിടെ നിന്ന് പാത്രം വീഴുന്നതെങ്ങനെ? തന്മൂലം അതെന്താണെന്ന് നോക്കാൻ ഞാൻ അങ്ങോട്ട് പോയി. മുറിക്കുള്ളിൽ കടക്കാൻ ഭാവിച്ചപ്പോൾ വംശലോചന് പിന്നീട് ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി 1.5 മണിക്കൂറിനകമാണ് കള്ളൻ അവിടെ എത്തിയത് എന്ന് തോന്നി. ഫെലൂദ മറ്റെന്തെങ്കിലും കൂടി ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം അവസാനം വരെ യാതൊന്നും പറഞ്ഞില്ല. തടിച്ച പോലീസ് ഓഫീസർക്ക് നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾ മുറിക്ക് പുറത്തേക്ക് കടന്നു. പുറത്ത് റോഡിലേക്ക് വന്നപ്പോൾ തന്നെ ഫെലൂദയുടെ മുഖത്ത് ഒരു മാറ്റം കണ്ടു. ആ മുഖം എനിക്ക് തിരിച്ചറിയാം. ഫെലൂദയ്ക്ക് ഏതോ പോം വഴി കിട്ടിയിട്ടുണ്ട്. ആ വഴി പോയി അദ്ദേഹം രഹസ്യം കണ്ടുപിടിക്കും. ഞങ്ങളുടെ അടുത്തുകൂടി ഒരു ടാക്സി കടന്നുപോയി. പക്ഷേ ഫെലൂദ അത് നിർത്താൻ തുനിഞ്ഞില്ല. ഞങ്ങളിരുവരും നടക്കാൻ തുടങ്ങി. ഫെലൂദ എല്ലാം കണ്ടിട്ട് ആലോചിക്കുകയായിരുന്നു. പക്ഷേ തൻ്റെ കുറ്റാന്വേഷണത്തിൽ വളരെ മുൻപോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. പ്രതുൽ ബാബു കള്ളനല്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം ചെറുപ്പക്കാരനെ പോലെ തോന്നിച്ചെങ്കിലും ആ ശബ്ദത്തിന് ഒരു ഘനം തോന്നി. പക്ഷേ അദ്ദേഹം ഒരു പൈപ്പിൽ കൂടി കയറി 2 നില കെട്ടിടത്തിൽ എത്തുമെന്ന് വിശ്വസിക്കാൻ വിഷമം. അത് ചെയ്യണമെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ ഒരാൾ വേണം. എങ്കിലത് ആരായിരിക്കും? ഇനി ഫെലൂദ ഇക്കാര്യത്തിലാണോ ഇത്രയ്ക്ക് കൂലങ്കഷമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്?
കുറേ നേരം നടന്നിട്ട് ഞങ്ങൾ നീലമണി ബാബുവിൻ്റെ വാതിലിനടുത്തെത്തി. മതിലിൻ്റെ ഇടതുവശം കടന്ന് ഫെലൂദ മുമ്പോട്ട് നീങ്ങി. കുറേ കൂടി മുമ്പോട്ട് ചെന്നാൽ മതിൽ പല ഭാഗത്തേക്കും തിരിയുന്നുണ്ട്. ഫെലൂദ തിരിഞ്ഞു നടന്നു. അദ്ദേഹത്തോടൊപ്പം ഞാനും തിരിഞ്ഞു. ആ ഭാഗത്ത് വഴിയുണ്ടായിരുന്നില്ല. പുല്ലിൽ കൂടി നടക്കണം. തിരിഞ്ഞ് 18-19 അടി അങ്ങോട്ട് നടന്ന് കാണണം. അപ്പോൾ ഫെലൂദ പൊടുന്നനെ സംശയിച്ചു നിന്നു. മതിലിൻ്റെ ഒരു ഭാഗം വളരെ ശ്രദ്ധിച്ചു നോക്കി. പിന്നെ അതിൻ്റെ വളരെ അടുത്ത് ചെന്ന് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അവിടെ തവിട്ട് നിറത്തിൽ ഒരു കൈമുദ്ര കണ്ടു. മുഴുവനായുമില്ല, 2 വിരലുകളും കൈപ്പത്തിയുടെ ഒരു ഭാഗവും. പക്ഷേ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം. അതൊരു കൊച്ചുകുട്ടിയുടെ കൈയടയാളമാണ്. ഞങ്ങൾ ഏതുവഴി അങ്ങോട്ട് പോയോ അതുവഴി തന്നെ മടങ്ങി വാതിലിൽ കൂടി കടന്ന് ഒരിക്കൽ കൂടി കെട്ടിടത്തിനടുത്തേക്ക് നടന്നു. വിവരം അറിയിച്ചപ്പോൾ തന്നെ നീലമണി ബാബു തിടുക്കത്തിൽ ഓടി താഴെയെത്തി. ഞങ്ങൾ മൂവരും സ്വീകരണ മുറിയിൽ ചെന്നിരുന്നപ്പോൾ നീലമണി ബാബു പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്നറിയില്ല. പക്ഷേ സത്യം ഇതാണ്. ഇന്നെൻ്റെ മനസ്സ് ഇന്നലത്തെ അപേക്ഷിച്ച് ശാന്തമാണ്. എന്നെപ്പോലെ തന്നെ വേറൊരാൾക്കും ദുർവിധി സഹിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് എൻ്റെ മനപ്രയാസം കുറഞ്ഞു. പക്ഷേ എൻ്റെ ചോദ്യത്തിന് മറുപടി കിട്ടുന്നതുവരെ എൻ്റെ പ്രയാസം തീരില്ല. എൻ്റെ ചോദ്യം ഇതാണ്: എൻ്റെ എനൂബിസ് എവിടെ പോയി? ഉത്തരം തരൂ. താങ്കൾ വളരെ വലിയ ഡിക്റ്റേറ്റീവ് അല്ലേ? അടുപ്പിച്ച് 2 ദിവസമായി 2 കൊള്ള നടന്നു. എന്നിട്ടും നിങ്ങളിപ്പോഴും പഴയ പോലെ തന്നെ ഇരുട്ടിൽ തപ്പുന്നു. ഫെലൂദ ഒരു ചോദ്യം ചോദിച്ചു. അങ്ങയുടെ അനന്തരവൻ എങ്ങനെയുണ്ട്? ആര്? ദംഡുവോ? ഇന്നവന് നല്ല സുഖമുണ്ട്. മരുന്നിന് നല്ല ശക്തിയുണ്ടായിരുന്നു. ഇന്നവൻ്റെ പനി വളരെ കുറഞ്ഞു. ആട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പുറത്തുനിന്നും ഒരു പയ്യൻ മതിൽ ചാടി ഇവിടെ എത്താറുണ്ടോ? മതിൽ ചാടിയോ? എന്തിന്? അങ്ങയുടെ മതിലിൻ്റെ പുറത്ത് ഒരു ഭാഗത്ത് ഒരു ചെറുക്കൻ്റെ കൈയടയാളം കണ്ടു. അടയാളമെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള അടയാളം? തവിട്ട് നിറത്തിലുള്ള അടയാളം. പുതിയ അടയാളം? അത് പറയാൻ വിഷമമാണ്. പഴയ കൈയടയാളമല്ല എന്ന് തീർത്ത് പറയാം. ഞാൻ ഒരു കൊച്ചനും വരുന്നത് കണ്ടിട്ടില്ല. ഒരേ ഒരു കൊച്ചനാണ് ഇവിടെ വരിക. അതും മതിൽ ചാടിയല്ല വരുന്നത്. അത് ഭിക്ഷക്കാരനാണ്. വളരെ മധുരമായി അവൻ ശ്യാമസംഗീതം പാടും. പിന്നെ ഒരു കാര്യം, എൻ്റെ തോട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മരമുണ്ട്. കൂടെ കൂടെ തെരുവിലെ കുട്ടികൾ മതിൽ ചാടി മരത്തിനടുത്ത് വരാറുണ്ട്. മരത്തിലെ പഴങ്ങൾ പറിച്ചെടുത്ത് തിന്നും. അതെനിക്ക് തടയാൻ പറ്റില്ല. എനിക്ക് ആ ഗ്യാരണ്ടി നൽകാനുമാകില്ല. നീലമണി ബാബു അപ്പോൾ ചോദിച്ചു, കള്ളനെപ്പറ്റി മറ്റെന്തെങ്കിലും വിവരം കിട്ടിയോ? ഫെലൂദ സോഫയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അവൻ്റെ കൈക്ക് എന്തൊരു ശക്തിയാണ്! ഒറ്റത്തൊഴിക്ക് പ്രതുൽ ബാബുവിൻ്റെ ഭൃത്യൻ്റെ ബോധം കെടുത്തിയില്ലേ? എങ്കിൽ അവിടെയും ഇവിടെയും ഒരേ കള്ളൻ തന്നെയാവണം മോഷണം നടത്തിയത്. അതിൽ സംശയം വേണ്ട. അങ്ങനെയാകാം. അപ്പോൾ ശരീരശേഷി ഇവിടെ അത്ര വലിയ ഘടകമല്ല. ഭയങ്കര ബുദ്ധിയാവണം കള്ളന്. അതിൻ്റെ ശക്തി സമ്മതിക്കണം. നീലമണി ബാബുവിൻ്റെ മുഖം വാടി. അദ്ദേഹം പറഞ്ഞു, ആ ബുദ്ധിയെ തോൽപ്പിക്കുന്ന ബുദ്ധി താങ്കൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എനിക്കെൻ്റെ വിഗ്രഹം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ടെന്ന് വെക്കേണ്ടി വരും. 2 ദിവസം കൂടി കാത്തിരിക്കുക. ഇന്നുവരെ ഫെലൂദ മിത്ര തോൽവി സമ്മതിച്ചിട്ടില്ല. ഫെലൂദ പറഞ്ഞു. നീലമണി ബാബുവിൻ്റെ വീട്ടിലെ പോർട്ടിക്കോയിൽ നിന്നും ഗേറ്റ് വരെ കരിങ്കല്ല് പാകിയ റോഡുണ്ടായിരുന്നു. ഞങ്ങൾ വഴിയുടെ നടുവിലെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു കടകട ശബ്ദം കേട്ടു. ഞങ്ങൾ തിരിഞ്ഞു നോക്കി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം ഓഡിയോ ബുക്സ് യൂട്യൂബ് ചാനൽ. നീലമണി ബാബുവിൻ്റെ ഇരുനില കെട്ടിടത്തിലെ ഒരു മുറിയുടെ ജനാലയ്ക്ക് പിന്നിൽ നിന്ന് ഒരു കൊച്ചു പയ്യൻ, ദംഡു തന്നെയാവും, കണ്ണാടിച്ചില്ലിൽ കൈകൊണ്ട് മുട്ടുന്ന ശബ്ദം. ഞാൻ പറഞ്ഞു, അത് ദംഡുവാണ്. ഫെലൂദ പറഞ്ഞു, ഞാൻ കണ്ടു. സായാഹ്നം മുഴുവൻ ഫെലൂദ തൻ്റെ നീല നോട്ട്ബുക്കിൽ സാധാരണ പതിവുള്ളതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. ഗ്രീക്ക് അക്ഷരങ്ങളിൽ ഇംഗ്ലീഷിൽ എഴുതുന്നതുകൊണ്ട് ആർക്കും അദ്ദേഹം എഴുതിയത് വായിച്ച് കാര്യം പിടികിട്ടിയില്ല. ഞാൻ
ഫെലൂദയുമായുള്ള സംസാരം പരിപൂർണമായി നിർത്തും. അതൊരു കണക്കിന് നല്ലതുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ആലോചിക്കാനുള്ള സമയമാണ്, സംസാരിക്കാനുള്ളതല്ല. ഇടയ്ക്ക് അദ്ദേഹം ഏതെങ്കിലും പാട്ട് മൂളുന്നത് കേൾക്കാം. ഇപ്പോൾ പാടുന്നത് ഭിക്ഷക്കാരൻ ചെക്കൻ പാടിയ രാമപ്രസാദിന്റെ സംഗീതം തന്നെ. വൈകിട്ട് 5 മണിക്ക് ചായ കഴിച്ചിട്ട് ഫെലൂദ പറഞ്ഞു, ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്. പോപ്പുലർ ഫോട്ടോയിൽ ചെന്ന് എനിക്ക് എൻ്റെ പടത്തിൻ്റെ എൻലാർജ്മെൻറ്റ് വാങ്ങണം. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. പകൽ ചെറുതായി വരികയാണ്. തന്മൂലം 5:30 സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് പരന്നു തുടങ്ങും. പോപ്പുലർ ഫോട്ടോക്കാരുടെ കട ഹാജറ റോഡിൻ്റെ തിരിവിലാണ്. ഫെലൂദയ്ക്ക് ഫോട്ടോ വാങ്ങി തിരിച്ചെത്താൻ 20 മിനിറ്റിൽ കൂടുതൽ വേണ്ട. പക്ഷേ ഇന്നെന്താ ഇത്ര വൈകാൻ? ചിലപ്പോൾ പടം തയ്യാറാക്കാൻ താമസം വരുമ്പോൾ കടയിൽ തന്നെ ഇരിക്കേണ്ടി വരും. അദ്ദേഹം മറ്റെങ്ങും പോയി കാണില്ല. എന്നെ കൂടാതെ അദ്ദേഹം എവിടെയെങ്കിലും കറങ്ങാൻ പോയാൽ എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ചെവിയിൽ ചിഞ്ചിലത്തിൻ്റെ ശബ്ദം. അത് അടുത്തെത്തുന്നു. ഒപ്പം എപ്പോഴും കേൾക്കുന്ന ആ പരിചിതമായ പാട്ടും. അത് ആ 2 ചെക്കന്മാർ തന്നെയായിരുന്നു. ഇന്ന് ഞങ്ങളുടെ തെരുവിൽ ഭിക്ഷ ചോദിക്കാൻ എത്തിയതാണ്. പാട്ട് ക്രമേണ മുമ്പോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുറിയുടെ ജനാലയ്ക്കടുത്ത് ചെന്ന് നിന്നു. അവിടെ നിന്ന് റോഡ് കാണാം. ആ പിള്ളേർ തന്നെയാണ്. ഒരാൾ പാടുന്നു, മറ്റേയാൾ ചിഞ്ചിലം വായിക്കുന്നു. എത്ര മധുരമാണ് ആ കുട്ടിയുടെ സ്വരം! ഇപ്പോൾ ആ പാട്ടുകാരുടെ പാട്ട് നിലച്ചു. അവർ 2 പേരും ഞങ്ങളുടെ വീടിന് മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു, അമ്മേ, ഭിക്ഷ തരണം, ഭിക്ഷ. ഞാൻ 50 പൈസയുടെ ഒരു നാണയം ജനാലയിൽ കൂടി അവർക്ക് എറിഞ്ഞു കൊടുത്തു. ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ നാണയം നിലത്ത് ചെന്ന് വീണു. ചെക്കൻ അതെടുത്ത് സഞ്ചിയിൽ വെച്ചു. എന്നിട്ട് വീണ്ടും പാട്ട് പാടിക്കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. ഒരു കാര്യമോർത്ത് എൻ്റെ നെറ്റി ചുളിഞ്ഞു. ഞങ്ങളുടെ റോഡിൽ ഇരുട്ടാണെങ്കിലും ഭിക്ഷ യാചിക്കുന്ന കുട്ടികൾ മുകളിലേക്ക് നോക്കി ഭിക്ഷ ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയം. അവൻ്റെ മുഖവുമായി ദംഡുവിൻ്റെ മുഖത്തിന് നല്ല ചേർച്ചയുണ്ട്. ഇനി ഞാൻ നോക്കിയതിൽ പറ്റിയ പിഴവാകാം. എങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു നടുക്കം അനുഭവപ്പെട്ടു. ഫെലൂദ വന്നാലുടൻ ഇക്കാര്യം അദ്ദേഹത്തോട് പറയണം എന്ന് നിശ്ചയിച്ചു. ഏകദേശം 6:30 മണിക്ക് ഫെലൂദ എൻലാർജ്മെൻറ്റുമായി തിരിച്ചെത്തി. ആ മുഖത്തും ഒരു അസ്വസ്ഥത കണ്ടു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹത്തിന് കടയിൽ കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി സ്വന്തമായി ഒരു ഡാർക്ക് റൂം ഉണ്ടാക്കണം. അതിൽ വെച്ച് ഫോട്ടോ ഡെവലപ്പിങ്ങും പ്രിന്റിങ്ങും നടത്താം. ബംഗാളി കടക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. ഫെലൂദ തൻ്റെ കിടക്കയിൽ ഫോട്ടോ വിടർത്തിയിട്ടു. ഞാൻ അടുത്തു ചെന്ന് ഭിക്ഷക്കാരൻ ചെക്കൻ്റെ കാര്യം പറഞ്ഞു. യാതൊരു ആശ്ചര്യവും കൂടാതെ അദ്ദേഹം പറഞ്ഞു, ഇതിൽ പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? പരിഭ്രമിക്കേണ്ട കാര്യമില്ലെന്നോ? ഇല്ല, പക്ഷേ ഇത് വളരെ കുഴക്കുന്ന കാര്യമല്ലേ? കുഴക്കുന്നത് തന്നെ. ഇക്കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ്. അങ്ങ് പറയുന്നത് ഈ ചെക്കൻ മോഷണകൃത്യത്തിൽ പങ്കുകാരനാണെന്നാണോ? ആവാം. പക്ഷേ ഒരു കൊച്ചു ചെക്കൻ്റെ തൊഴി കൊണ്ട് വലിയൊരാൾക്ക് ബോധക്ഷയം സംഭവിക്കുമോ? അവനാണ് തൊഴിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല. എങ്കിൽ ശരി, ശരി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും സത്യത്തിൽ എനിക്ക് ശരിയായി തോന്നിയിരുന്നില്ല. എന്താ ഈ ഫെലൂദ തെളിച്ച് ഒന്നും പറയാത്തത്? കട്ടിലിൽ വിരിച്ചിട്ടിരുന്ന 12 ഫോട്ടോകളിലൊന്ന് ഫെലൂദ വളരെ ശ്രദ്ധിച്ചു നോക്കുന്നത് കണ്ടു. അടുത്തു ചെന്നപ്പോൾ ഇന്ന് രാവിലെ നീലമണി ബാബുവിൻ്റെ മതിലിൽ പതിഞ്ഞ കുട്ടിയുടെ കൈ അടയാളത്തിൻ്റെ ഫോട്ടോ ചിത്രമാണതെന്ന് എനിക്ക് മനസ്സിലായി. എൻലാർജ്മെൻ്റ് ആയതുകൊണ്ട് ബംഗ്ലാവ് വളരെ വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങ് പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് കൈനോട്ടം അറിയാമെന്ന്. എങ്കിൽ പറയൂ, ആ കുട്ടിക്ക് എന്ത് പ്രായം കാണും? ഫെലൂദ യാതൊരു മറുപടിയും നൽകിയില്ല. അദ്ദേഹം ആ ചിത്രത്തിൽ ലയിച്ച് അത് തന്നെ നോക്കുകയായിരുന്നു, അതീവ ശ്രദ്ധയോടെ. നിനക്ക് വല്ലത് മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ പൊടുന്നനെയുള്ള ചോദ്യം എന്നെ ഞെട്ടിച്ചു. എങ്ങനെ മനസ്സിലാകും? രാവിലെ നീ എന്താ ധരിച്ചത്? ഇപ്പോൾ നിനക്ക് എന്തു തോന്നുന്നു? അത്രയും പറഞ്ഞാൽ മതി. രാവിലെ എന്നുവെച്ചാൽ അങ്ങ് പടം പിടിച്ചപ്പോൾ? അതെ. ഞാനെന്ത് മനസ്സിലാക്കും? കുട്ടിയുടെ കൈ. അതല്ലാതെ എന്താ മനസ്സിലാക്കാനുള്ളത്? കൈ അടയാളത്തിൻ്റെ കളർ കണ്ടിട്ട് എന്തെങ്കിലും പിടികിട്ടിയോ?
പച്ച കളറായിരുന്നു. അതിൻ്റെ അർത്ഥമെന്താകും? കുട്ടിയുടെ കയ്യിൽ പച്ച കളർ പുരണ്ടിരുന്നുവെന്ന്. അതിന് ഒരർത്ഥമുണ്ടാകും. അതെന്താകും? ഒന്ന് കൃത്യമായി പറയണം. പെയിൻ്റായിരിക്കും. എവിടത്തെ പെയിൻറ്? എനിക്ക് പെട്ടെന്ന് അക്കാര്യം ഓർമ്മ വന്നു. പ്രതുൽ ബാബുവിൻ്റെ വാതിലിൻ്റെ നിറം. എക്സാക്ട്ലി. അന്ന് നിന്റെ ഷർട്ടിൻ്റെ മടക്കിലും നിറം പുരണ്ടു. ഇപ്പോഴും ഷർട്ടിലത് പതിഞ്ഞിട്ടുണ്ട്. നിനക്ക് പോയി നോക്കാം. പക്ഷേ എൻ്റെ തല കറങ്ങി. കൈയടയാളം ആരുടേതാണോ അവനാണോ പ്രതുൽ ബാബുവിൻ്റെ ബംഗ്ലാവിനുള്ളിൽ കടന്നത്? അങ്ങനെ സംഭവിക്കാം. ഒരു കാര്യം പറയൂ, ചിത്രം കണ്ടിട്ട് നിനക്ക് എന്ത് മനസ്സിലായി? വളരെ ആലോചിച്ചിട്ടും എനിക്ക് എന്തെങ്കിലും പുതിയ ആശയം തോന്നിയില്ല. ഞാൻ എന്തു പറയും? ഫെലൂദ പറഞ്ഞു. നീ പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോകും. അതിശയം മാത്രമല്ല, ഷോക്കും തോന്നും. കാരണം ആ സ്ഥിതിയിൽ എനിക്ക് സമ്മതിക്കേണ്ടി വരും, നിന്റെയും എൻ്റെയും ബുദ്ധി തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന്. അങ്ങയുടെ ബുദ്ധിയിൽ എന്തു തോന്നുന്നു? ഇതൊരു കുഴഞ്ഞ കേസാണെന്ന്, ഭീകര സംഭവമെന്ന്. എനൂബസിനെ പോലെ തന്നെ ഭീകരം. പിറ്റേ ദിവസം രാവിലെ ഫെലൂദ ആദ്യം നീലമണി ബാബുവിനെ ഫോണിൽ വിളിച്ചു. ഹലോ, താങ്കൾ ആരാണ് സംസാരിക്കുന്നത്? മിസ്റ്റർ സന്യാലാണോ? താങ്കളുടെ രഹസ്യം പിടികിട്ടി. വിഗ്രഹം ഇതുവരെ കിട്ടിയില്ലെങ്കിൽ അത് എവിടെയാണെന്ന് ഏകദേശം കണ്ടുപിടിച്ചു. താങ്കൾ വീട്ടിലുണ്ടാകുമോ? പനി കൂടിയോ താങ്കൾക്ക്? ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്? ഓ, ശരി ശരി. ഇനി നമുക്ക് പിന്നാലെ കാണാം. ഫോൺ താഴെ വെച്ചിട്ട് ഫെലൂദ വേറൊരു നമ്പർ ഡയൽ ചെയ്തു. തമ്മിൽ അവർ എന്താ കുശിക്കുന്നതെന്ന് എനിക്ക് ശരിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒന്ന് മനസ്സിലായി. ഫെലൂദ പോലീസിലേക്കാണ് വിളിച്ചത്. ഫോൺ വെച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് ഉടൻ തന്നെ പുറത്തേക്ക് പോകണം. വേഗം തയ്യാറാകണം. രാവിലെ ട്രാഫിക് പൊതുവെ കുറവായിരിക്കും. എന്നിട്ടും ഫെലൂദ ഡ്രൈവറോട് ടോപ്പ് ഗിയറിൽ പോകാൻ തന്നെ നിർദ്ദേശിച്ചു. പെട്ടെന്ന് ഞങ്ങൾ നീലമണി ബാബുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലെത്തി. ഞങ്ങൾ ഗേറ്റിനടുത്തെത്തിയപ്പോൾ നീലമണി ബാബു തൻ്റെ കറുത്ത അംബാസഡർ കാറിൽ കയറി വളരെ വേഗത്തിൽ എതിർദിശയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മുമ്പിൽ ഡ്രൈവറും പിന്നിൽ നീലമണി ബാബുവുമല്ലാതെ കാറിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടുതൽ വേഗത്തിൽ, ഫെലൂദ ആജ്ഞാപിച്ചു. ടാക്സി ഡ്രൈവർ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആക്സിലറേറ്ററിൽ കാലുകൊണ്ട് ചവിട്ടി. മുമ്പിലെ വണ്ടി ഒരു വൃത്തികെട്ട സൗണ്ടുമായി വലതുവശത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ ഫെലൂദ ഇതിനു മുമ്പ് ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു. കോട്ടിനുള്ളിൽ കൈയിട്ടിട്ട് പൊടുന്നനെ അദ്ദേഹം തൻ്റെ റിവോൾവർ പുറത്തെടുത്തു. എന്നിട്ട് ഡോറിന് താഴെ കുനിഞ്ഞിരുന്ന് നീലമണി ബാബുവിൻ്റെ കാറിൻ്റെ പിന്നിലെ ടയറിനെ ലക്ഷ്യമാക്കി വെടിയുതിർത്തു. ഏകദേശം ഒരേ സമയത്ത് റിവോൾവറും ടയറും പൊട്ടുന്ന ശബ്ദം കേട്ടു. നീലമണി ബാബുവിൻ്റെ കാർ റോഡിൻ്റെ ഒരു വശത്ത് കറങ്ങി തിരിഞ്ഞിട്ട് ഒരു ലാമ്പ് പോസ്റ്റിൽ ചെന്നിടിച്ചു. ഞങ്ങളുടെ കാർ നീലമണി ബാബുവിൻ്റെ കാറിനടുത്ത് നിർത്തിയപ്പോൾ എതിർദിശയിൽ നിന്ന് പോലീസ് ജീപ്പ് പാഞ്ഞെത്തി. നീലമണി ബാബു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വിരക്തിയോടെ ചുറ്റും നോക്കി. ഫെലൂദായും ഞാനും ടാക്സിയിൽ നിന്ന് താഴെ ഇറങ്ങി നീലമണി ബാബുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. പോലീസ് ജീപ്പ് അവിടെ നിർത്തി ഉള്ളിൽ നിന്ന് ആ തടിച്ച ഓഫീസർ പുറത്തേക്കിറങ്ങി. നീലമണി ബാബു പൊടുന്നനെ ചൊടിച്ചുകൊണ്ട് ചോദിച്ചു, ഈ കാണുന്നതൊക്കെ എന്താണ്? ഫെലൂദ ഗൗരവത്തിൽ ചോദിച്ചു. താങ്കളുടെ കൂടെ ഡ്രൈവർ കൂടാതെ ആരൊക്കെയുണ്ട് എന്ന് പറയാമോ? മറ്റാര് കാണാനാ? അദ്ദേഹം അലറി. ഞാൻ എൻ്റെ അനന്തരവനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഫെലൂദ ഒന്നും പറയാതെ നേരെ നീലമണി ബാബുവിൻ്റെ കാറിൻ്റെ അരികിലേക്ക് ചെന്നു. ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് ശക്തിയായി വലിച്ചു. ഡോർ തുറന്നു. ഡോർ തുറന്നയുടൻ ഒരു കുട്ടി വണ്ടിയുടെ ഉള്ളിൽ നിന്നും ചാടി പുറത്തെത്തി. എന്നിട്ട് ഫെലൂദയെ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫെലൂദയ്ക്ക് യോഗാഭ്യാസം മാത്രമല്ല, ഗുസ്തിയും നല്ല വശമായിരുന്നു. കുട്ടിയുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ അവൻ്റെ തലയ്ക്ക് പിടിച്ച് നിരത്തിലേക്ക് അടിച്ചു. കുട്ടിയുടെ വായിൽ നിന്നും വേദന കൊണ്ട് ഒരു നിലവിളി ഉയർന്നു. അത് കേട്ട് ഞാൻ ഭയന്നുപോയി. കാരണം അതൊരു കുട്ടിയുടെ തൊണ്ടയിലെ ശബ്ദം അല്ലായിരുന്നു.
അത് ഒരു പ്രായം ചെന്ന ആളിൻ്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെട്ട വികൃതവും അതിശക്തവുമായൊരു നിലവിളിയായിരുന്നു. ഈ ശബ്ദം തന്നെയാണ് അന്ന് ഞാൻ ഫോണിൽ കൂടി കേട്ടത്. അതിനിടയിൽ പോലീസ് എത്തി നീലമണി ബാബുവിൻ്റെ ഡ്രൈവറെയും കുട്ടിയെയും പിടികൂടിയിരുന്നു. ഫെലൂദ തൻ്റെ ഷർട്ടിൻ്റെ കോളർ നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു, മതിലിൽ കൈയടയാളം കണ്ടയുടൻ കാര്യമെനിക്ക് പിടികിട്ടിയിരുന്നു. ഇളം പ്രായത്തിലുള്ള കുട്ടികളുടെ കയ്യിൽ ഇത്രയും വരകൾ കാണില്ല. അവരുടെ കൈ കുറേ കൂടി കോമളമായിരിക്കും. പക്ഷേ ആകൃതി ചെറുതാകുമ്പോൾ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. കണ്ടത് ഒരു ഉയരം കുറഞ്ഞ ആളിൻ്റെ കൈയടയാളമാണ്. കുട്ടി മറ്റാരുമല്ല, ഉയരം കുറഞ്ഞ ഒരു കൊച്ചു മനുഷ്യൻ. ആട്ടെ നീലമണി ബാബു, താങ്കളുടെ ശിഷ്യന് എന്ത് പ്രായമുണ്ടാകും? 40. നീലമണി ബാബുവിൻ്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം നേരെ വരുന്നില്ലായിരുന്നു. താങ്കൾ വളരെ ബുദ്ധിയോടെയാണ് കാര്യങ്ങൾ നീക്കിയത്. ആദ്യം താങ്കൾ എന്നെ തൻ്റെ സാധനങ്ങൾ മോഷണം പോകുന്ന കാര്യം പറഞ്ഞു വിളിപ്പിച്ചു. എന്നിട്ട് സ്വന്തം ആളെ കൊണ്ട് മറ്റൊരാളുടെ സാധനം മോഷ്ടിച്ചു. താങ്കളുടെ വീട്ടിൽ ഇന്നലെ കണ്ട ആൾ ആ തെണ്ടിച്ചക്കൻ തന്നെയാണോ? നീലമണി ബാബു തലയാട്ടി സമ്മതിച്ചു. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ അത് താങ്കളുടെ അനന്തരവനല്ല. അവനെ സ്വന്തം മോഷണത്തിൽ സഹായിയാക്കി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. നീലമണി ബാബു തല കുനിച്ച് നിശബ്ദനായി നിന്നു. ഫെലൂദ വിശദീകരിച്ചു. അനന്തരവൻ പാട്ട് പാടുമായിരുന്നു. മറ്റവൻ ചിഞ്ചിലം കൂട്ടും. മോഷണ സമയമാകുമ്പോൾ ചിഞ്ചിലം ഭിക്ഷക്കാരൻ പയ്യന്റെ കയ്യിൽ കൊടുക്കും. അവനത് വായിക്കും. ഉയരം കുറഞ്ഞവന് ശക്തി കൂടും. ഒറ്റയടിക്ക് അവന് ഒരു ചെറുപ്പക്കാരനെ നിലം പരിശാക്കാൻ കഴിയും. വണ്ടർഫുൾ! താങ്കളുടെ ബുദ്ധിസാമർഥ്യത്തെ സമ്മതിച്ചിരിക്കുന്നു. നീലമണി ബാബു ഒരു ദീർഘശ്വാസം വിട്ടിട്ട് പറഞ്ഞു. ഈജിപ്തിലെ പഴയ സാധനങ്ങളോട് എനിക്കൊരു ലഹരി തോന്നിയിരുന്നു. അതേപ്പറ്റി ഞാൻ വിശദമായി പഠിച്ചു. അക്കാരണം കൊണ്ട് ഞാൻ പ്രതുൽ ബാബുവുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. ഫെലൂദ പറഞ്ഞു. അത്യാഗ്രഹം വളരെ ചീത്തയാണ്. താങ്കളും താങ്കളുടെ കൂട്ടുകാരനും പിടിയിലായി. ഇനി എനിക്ക് അവസാനമായി താങ്കളോടൊരു അപേക്ഷയുണ്ട്. എന്താ? എനിക്കുള്ള സമ്മാനം. നീലമണി ബാബു ഫെലൂദയെ ദയനീയമായി നോക്കി. സമ്മാനമോ? എനൂബസിന്റെ വിഗ്രഹം മിക്കവാറും താങ്കളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. നീലമണി ബാബു വിഡ്ഢിയെപ്പോലെ തൻ്റെ വലത് കൈ കുർത്തയുടെ പോക്കറ്റിലിട്ടു. കൈ പുറത്തെടുത്തപ്പോൾ കണ്ടത് പച്ച കല്ലുകൊണ്ടുണ്ടാക്കിയ രത്നങ്ങളും മറ്റും പതിപ്പിച്ച ഒരു കൊച്ചു വിഗ്രഹം. 4000 വർഷം പഴക്കമുള്ള ഈജിപ്തിലെ ശൃഗാലദേവൻ എനൂബസിന്റെ വിഗ്രഹം. ഫെലൂദ കൈ നീട്ടി അത് വാങ്ങിയിട്ട് പറഞ്ഞു, നന്ദി, വളരെ നന്ദി. ശൃഗാലദേവന്റെ രഹസ്യം എന്ന ഇന്നത്തെ ബംഗാളി കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.